ടി ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്. ടി ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിലൊന്ന് അറ്റൻഡ് ചെയ്യുക. വീഡിയോയിലൊന്ന് അറ്റൻഡ് ചെയ്താലേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലത്തെ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്നുകൊണ്ട് നിങ്ങൾ എൻ്റെ ഒക്കെ സമയം പോകത്തുള്ളൂ. സോ ടി ഡി എസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. നമ്മളൊരു സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് എക്സ്പെൻസുകൾ നടക്കുന്നുണ്ടാവും. പ്രധാനമായിട്ടും കമ്മീഷൻ, സാലറി, റെന്റ്, പ്രൊഫഷണൽ എക്സ്പെൻസ്, ഇൻട്രസ്റ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാവും. ഈ എക്സ്പെൻസുകൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അല്ലെ? സാലറി കൊടുക്കുമ്പോൾ സാലറി അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്, കമ്മീഷൻ കൊടുക്കുമ്പോൾ കമ്മീഷൻ അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്, റെന്റ് കൊടുക്കുമ്പോൾ റെന്റ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് എന്നൊക്കെ പറയും. അക്കൗണ്ടിങ്ങുമായി ഒട്ടും കണക്ഷൻ ഇല്ലാത്ത ആളുകൾക്ക് ലീവ് ചെയ്യട്ടെ, കാരണം ഇതിന് മുമ്പ് ഒരുപാട് സെഷൻ ഉണ്ട്. പക്ഷെ ടി ഡി എസിനെ പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഒരുപാട് എക്സ്പെൻസുകൾ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കാറുണ്ട്. നോർമലി ഇതെല്ലാം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുതലാളിമാര് ഓക്കെയാണ്, ഹാപ്പിയാണ്. അവർക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ റിസൾട്ട് കൃത്യമായിട്ടും കിട്ടും. എക്സ്പെൻസ് എത്ര, ഇൻകം എത്ര എന്നൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഓക്കെ അല്ല. ഈ റിപ്പോർട്ട് മുതലാളിമാർ ഓക്കെയാണ്, ഗവൺമെന്റ് ഓക്കെ അല്ല. ഗവൺമെന്റ് ഓക്കെ ആവുന്നതിന് കാരണം ഗവൺമെന്റ് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ഏരിയകളുണ്ട്. ആ എക്സ്പെൻസുകൾ നടക്കുകയാണെങ്കിൽ ഒരു എമൗണ്ട്, അതിന്റെ ഒരു പങ്ക്, അതിന്റെ ഒരു പെർസെൻറ്റേജ് ഗവൺമെന്റിന് വേറെ കിട്ടണം. അതിന്റെ ഒരു പെർസെൻറ്റേജ് ഗവൺമെന്റിനും കൂടെ കിട്ടണം. അപ്പൊ അതാണ് ശരിക്കും ടി ഡി എസ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. മുതലിൽ നിന്ന് ഒരു ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കണം. ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റെന്റ് 1,00,000 രൂപ റെന്റ് പിരിച്ചു എന്നായിരിക്കും. 1,00,000 രൂപ, ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഓഫീസ്, ഇവിടുത്തെ വാടക 1,00,000 രൂപയാണെങ്കിൽ ഗവൺമെന്റ് പറയാണ് 10% ടി ഡി എസ് കട്ട് ചെയ്തിട്ട് വേണം അവനക്ക് സാലറി, അവനക്ക് റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണം, ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. ബാബു സാറാണ് എൻ്റെ ഈ ബിൽഡിങ്ങിന് ഓണർ എന്ന് വിചാരിച്ചോളൂ. എൻ്റെ ബിൽഡിങ്ങിന് ഓണർ എന്ന് വിചാരിച്ചോളൂ. 1,00,000 രൂപയാണ് ബാബു സാർക്ക് ഞാൻ ഇവിടെ ഒരു മാസം താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാബു സാർക്ക് കൊടുക്കേണ്ടത്. 1,00,000 രൂപ ഞാൻ റെന്റായി കൊടുക്കണം. ഗവൺമെന്റ് പറയുന്നത് അങ്ങനെ റെന്റ് കൊടുക്കുന്ന സമയത്ത് ഒരു 10% കട്ട് ചെയ്തിട്ട് ബാബു സാറിന് കൊടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം. അതായത് 1,00,000ത്തിന്റെ 10% എത്രയാ? 10,000 രൂപ. അപ്പൊ ബാബു സാറിന് എത്ര കൊടുക്കണം? 90,000 രൂപ മാത്രം കൊടുത്താൽ മതി. ബാക്കി 10,000 രൂപ ഗവൺമെന്റിലേക്ക് അഡ്വാൻസ് ആയിട്ട് ബാബു സാറിന്റെ പേരിൽ എന്ത് ചെയ്യണം? എമൗണ്ട് ആയിട്ട് പേ ചെയ്യണം. ഇതാണ് ടി ഡി എസിന്റെ ബേസിക് തിയറി. അങ്ങനെ അടുത്ത മാസം 90,000 കൊടുക്കും, 10,000 രൂപ ഗവൺമെന്റിലേക്ക് അഡ്വാൻസ് ടാക്സ് അടക്കും. ഇങ്ങനെ 12 മാസവും ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്ന സമയത്ത് എത്ര രൂപയാവും? 1,20,000 രൂപ ബാബു സാറുടെ പേരിൽ നമ്മൾ എവിടേക്ക് അടച്ചു? ഗവൺമെന്റിലേക്ക് അഡ്വാൻസ് ആയിട്ട് ടാക്സ് പേ ചെയ്തു. ക്ലിയർ ആയോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം 1,00,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ 90 ബാബു സാറിന് കൊടുത്തു, 10 ഗവൺമെന്റിന് കൊടുത്തു. ഇതാണ് ടി ഡി എസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ബാബു സാർ എന്ത് ചെയ്യും? ഇയർ എൻഡ് അവസാനം ബാബു സാറിന്റെ ഇൻകം ടാക്സ് ഫയലിൽ ബാബു സാറുടെ വരുമാനം, എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ബാബു സാർ ഒരു എമൗണ്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അടച്ചു കഴിഞ്ഞ എമൗണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ബാലൻസ് എമൗണ്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്താൽ മതി. അധികമായിട്ട് ബാബു സാർ നമ്മൾ അടച്ച എമൗണ്ട് ബാബു സാർ അവിടെ കൊടുക്കാനുള്ളതിനേക്കാൾ കൂടുതലാണ് നമ്മൾ അടച്ചതെങ്കിൽ ആ എമൗണ്ട് ബാലൻസ് ആയിട്ട് ബാബു സാർ അക്കൗണ്ടിലേക്ക് റീഫണ്ട്. ഇതാണ് ടി ഡി എസിന്റെ മൊത്തമായിട്ടുള്ള ഒരു പരിപാടി. അഡ്വാൻസ് ആയിട്ട് ഓരോ വ്യക്തിയിൽ നിന്നും എന്ത് ചെയ്യുന്നു? ടാക്സ് പേ ചെയ്ത് കുടിക്കുന്നു. ഇതാണ് ടി ഡി എസിന്റെ. ഇതിൽ പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു 5-6 സെഷൻസ് ഉണ്ട്. ടി ഡി എസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5-6 സെഷനായി. ഇപ്പൊ പുതിയ ആളുകൾക്ക് കുറച്ച് കൺഫ്യൂഷൻ, ഇതെന്താ ഇങ്ങനെ, എവിടെ നിന്നാണ് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് വെക്കണ്ട. അപ്പൊ ഇതിന് മുന്നോടിയായിട്ട് ഒരുപാട് സെഷൻ ഉണ്ട്. ഇതിനകത്ത് ടി ഡി എസിന്റെ ഒരുപാട് കേസുകൾ പറഞ്ഞു. ഒരു ടി ഡി എസ് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തിൻ്റെയൊക്കെ പേരിലാണ് നമ്മൾ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ മുന്നത്തെ സെഷൻ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും ഡിഫറെന്റ് സിനാരിയോ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കമ്മീഷന് വേറെയാണ്, റെന്റിന് വേറെയാണ്, പ്രൊഫഷണൽസിന് വേറെയാണ്. ഇങ്ങനെ ഓരോന്നിനും വേറെ 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 ട്രാൻസാക്ഷൻ ആണ് ഉണ്ടാവുക എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ഇനി നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യണം. ടി ഡി എസ് എക്സ്പെൻസിന്റെ മുകളിൽ മാത്രമേ കട്ടുള്ളൂ. ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് ടി ഡി എസിൽ നമ്മൾ എപ്പോൾ പഠിക്കുമ്പോൾ
ആദ്യം നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് ഞങ്ങൾ അക്കാഡമിക്സിലും എല്ലായിടത്തും പഠിപ്പിക്കുന്ന സമയത്ത് TDS എന്താണ് നമ്മൾ പഠിപ്പിക്കുമല്ലോ, ആ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇവർ കൊടുക്കുന്ന ക്ലാസ് ആണ്. അതിങ്ങനെയാണ്. ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ, ഇതുവരെ അറിയാത്ത ആളുകൾ. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല. സ്ക്രീൻ കാണുന്നുണ്ടോ? ഹലോ, ഒന്ന് ചാറ്റ് ബോക്സിൽ വരും. ഹലോ, സ്ക്രീൻ സ്ക്രീൻ കാണുന്നില്ലെന്ന് പറയുന്നത് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഓക്കെ അല്ലേ? സ്ക്രീനിൽ എന്തോ ഒരു കളി ഉണ്ടല്ലോ. ഓക്കെ, സ്ക്രീനിൽ ഇപ്പൊ കുറച്ച് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ എന്തോ ഒരു ടെക്നിക്കലി എന്തോ ഒരു പ്രശ്നമുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ 4 പോയിന്റ് ആണ്. ഓൺലി എക്സ്പെൻസസ് ആർ ലേബിൾ ടു TDS. എക്സ്പെൻസിന് മുകളിൽ എന്തുണ്ടാവുള്ളൂ? TDS കട്ട് ചെയ്യുള്ളൂ. എക്സ്പെൻസ് നമ്മളെ സ്ഥാപനത്തിൽ ഒരു എക്സ്പെൻസ് നടക്കുകയാണെങ്കിൽ അവിടെയാണ് എന്ത് ചെയ്യുള്ളൂ? TDS കട്ട് ചെയ്യുള്ളൂ എന്നുള്ള എന്ത് ചെയ്യണം? മനസ്സിലാക്കി. എക്സ്പെൻസ് നടന്നിട്ടുണ്ടോ അവിടെ എന്ത് ചെയ്യും? ഈ സാധനം കട്ട് ചെയ്യും. രണ്ടാമത്തെ കേസ്, അങ്ങനെ ഒരു എക്സ്പെൻസ് നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു റെന്റ് കണ്ടു, കമ്മീഷൻ, ഇങ്ങനെ ഒരുപാട് എക്സ്പെൻസ് ഉള്ള. അപ്പൊ ആ എക്സ്പെൻസ് ആണോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക, ഈ എക്സ്പെൻസ് TDSന്റെ കാറ്റഗറിയിലാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ എന്ത് ചെയ്യാം? ലേൺ ദ ലിസ്റ്റ്. ഏതൊക്കെ ലിസ്റ്റ് ആണ്, സോറി, ഏതൊക്കെ ലിസ്റ്റ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഗവൺമെന്റ് കുറച്ച് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കമ്മീഷൻ, റെന്റ്, സാലറി, കോൺട്രാക്ട്, ഇൻട്രസ്റ്റ്, ഈ സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ്, സോറി, അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഈ സാധനം കളക്ട് ചെയ്യണം, TDS കളക്ട് ചെയ്യണം എന്ന് പറയും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് സീലിംഗ് ലിമിറ്റ്. എല്ലാ എക്സ്പെൻസിനും നോക്കണ്ട. സീലിംഗ് ലിമിറ്റ് എന്ന് പറയും. സീലിംഗ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. ആ ലിമിറ്റിന്റെ മുകളിൽ ക്രോസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ? TDS കട്ട് ചെയ്യേണ്ടുള്ളൂ. ഒരു ലിമിറ്റ് പറഞ്ഞാൽ ആ ലിമിറ്റിന്റെ മുകളിൽ ക്രോസ് ചെയ്താൽ മാത്രം ആണ് നമ്മൾ കട്ട് ചെയ്യണത്. പിന്നെ അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ടാക്സ് 10% ആണോ, 30% ആണോ, 30% ആണോ, 30% ആണോ, ഇതെല്ലാം അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുക? തീരുമാനിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മളൊരു TDSന്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, TDSന്റെ കേസ് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സ്പെൻസിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? TDS കട്ട് ചെയ്യുള്ളൂ. എല്ലാ എക്സ്പെൻസിനും TDS ഉണ്ടാവില്ല. ഗവൺമെന്റ് ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കമ്മീഷൻ, പ്രൊഫഷണൽ എക്സ്പെൻസ്, റെന്റ്, സാലറി, കോൺട്രാക്ട്, ഇങ്ങനെയൊക്കെ. ഇതിന്റെ പ്രീവിയസ് സെഷനിൽ നമ്മൾ വിശദമായിട്ട് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിർബന്ധമായിട്ടും ഈ പറയുന്ന ഒരു എമൗണ്ട് കട്ട് ചെയ്യണം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് TDSലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് 194A എന്ന് പറയുന്ന ഒരു സെഷൻ. 194A എന്ന് പറഞ്ഞ ഒരു സെഷൻ, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ എല്ലാ കേസുകളും പഠിക്കാൻ വേണ്ടി പോകണം. 194A പറ്റിയിട്ട് ഇനി നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല, ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിശദമായിട്ട് അതിനെ പഠിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, ഇനി സ്ക്രീനിൽ ആരും ടൈപ്പ് ചെയ്യരുത്, വരക്കരുത്. ഓക്കെ, സ്ക്രീനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എഴുതാൻ പറ്റുന്നുണ്ടോ? എഴുതാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, നേരത്തെ കുറെ വരച്ച് കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം TDS റെന്റിന്റെ കേസിൽ, സോറി,
എന്താ പറയുക, ഇൻട്രസ്റ്റിന്റെ കേസിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്, എങ്ങനെയാണ് അതിന്റെ ഡിഫറെന്റ് സെക്ഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ 194 അങ്ങനെ നോട്ട് ചെയ്ത് വിട്ടോളെ. 194 ഇത് ഈ ഒരു സെഷനിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇൻട്രസ്റ്റിലെ 194A. ഇൻട്രസ്റ്റിന്റെ മുകളിലുള്ള TDS ആണ് ഇത്. ഒരു ഇൻകം ടാക്സിലെ വകുപ്പാണ് കേട്ടോ 194A എന്ന് പറഞ്ഞത്. ഇൻട്രസ്റ്റിന്റെ മുകളിലുള്ള ഈ ഒരു സംഭവങ്ങൾ 194A ഇൻട്രസ്റ്റ്. അപ്പൊ നമ്മൾ സ്ഥാപനത്തിൽ സാധാരണ രീതിയിൽ പലിശ ഉണ്ടാവാറുണ്ടോ? സാധാരണ രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ പലിശ കൊടുക്കുന്ന പരിപാടികൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ? നോർമലി ഇല്ല അല്ലെ? ചില കേസുകളിലൊക്കെ വരാറുണ്ട്. സാധാരണ രീതിയിൽ പലിശയുമായി കൂടുതൽ കളിക്കുന്ന ആളുകൾ ബാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വ്യക്തികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് സെഗ്മെന്റിൽ ഇരിക്കുന്ന ഇല്ലേ ചെറിയ ചെറിയ ഫിനാൻസ് ബാങ്കുകൾ ഉണ്ടാവും. ഇത്തരം ആളുകളാണ് ഇൻട്രസ്റ്റ്, അവരെയൊക്കെ ബാധിച്ചിട്ടാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആളുകളെ പറ്റിയിട്ടുള്ള സ്ഥലത്താണ് ഇത് കൂടുതൽ ബാധിക്കുക. നോർമലി നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷനിൽ ഇത്തരം ട്രാൻസാക്ഷൻസ് വരാറുള്ളത് വളരെ കുറവാണ്. പക്ഷെ ഇങ്ങനെ ഒരു സെഷൻ ഉണ്ട് എന്നുള്ളതും ഇതിനെ ഏതൊക്കെ രീതിയിലാണ് നമുക്കിത് അപ്ലിക്കബിൾ ആവുകയാണെന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ക്ലിയർ ആയല്ലോ? നമ്മൾ എങ്ങനെയൊക്കെയാണ് അപ്ലിക്കബിൾ ആവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതില് ഈ ഒരു സെഷൻ പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും പറയുന്ന ഒരു പോയിന്റ്, ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ആൻഡ് സെക്യൂരിറ്റി ക്രെഡിറ്റഡ് ഓർ പെയ്ഡ് അസസി അതർ ദാൻ ഇൻഡിവിജ്വൽ ഓർ അൺഡിവൈഡ് ഫാമിലി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് 31/3/2025, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 50,000 രൂപയുടെ മുകളിൽ പലിശ കൊടുത്ത ആള്, 50,000 രൂപയുടെ മുകളിൽ പലിശ കൊടുക്കുന്ന ആള്, ബാങ്ക് ഇൻട്രസ്റ്റ് ഒക്കെ വരുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവരെന്ത് ചെയ്യണം, ഗവൺമെന്റിലേക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അല്ല, ഇൻട്രസ്റ്റിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, TDSും കൂടി അടക്കണം എന്നുള്ളതാണ് നിയമം ഉണ്ടായിരുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 1/4/2025 ശേഷം, ഇതിന് മുമ്പത്തെ ഇയറിൽ 50,000 രൂപയായിരുന്നു, ഇപ്പൊ അത് സീനിയർ സിറ്റിസണ് 1 lakh rupees ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. 1 lakh rupees, 1 lakh സീനിയർ സിറ്റിസൺ. ഓക്കെ, സീനിയർ സിറ്റിസണ് 1 lakh ആണ് ലിമിറ്റ്. ഏതിന്റെ കേസിലാണ്? ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി. ഇത് സീനിയർ സിറ്റിസന്റെ കണക്കാണ്. ഇനി നോർമൽ ആളുകളുടെ കണക്ക് എന്നുള്ളത് 50,000 രൂപയാണ് നോർമൽ ആളുകളുടെ കണക്ക്. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കാണ്. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ 60 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾക്ക് അവരുടെ ലിമിറ്റ് 1 lakh rupeesഉം അതിന് താഴെയുള്ള ആളുകളുടെ ലിമിറ്റ് 50,000 രൂപയാണ്. ഇത് ബാങ്കിന്റെ കേസാണ് വരുന്നത്. ഇത് ബാങ്കിന്റെ കേസാണ് വരുന്നത്. ഇനി അതർ ദാൻ ബാങ്ക്, ഈ ബാങ്കിന്റെ കേസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കില്ല, കാരണം നമ്മൾ ബാങ്കിന്റെ ആരുമല്ല. നമുക്ക് ബാങ്കിന്റെ അല്ലാത്ത കേസ് ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ. അതർ ദാൻ ബാങ്ക് ഇൻട്രസ്റ്റ്. അതർ ദാൻ ബാങ്ക് ഇൻട്രസ്റ്റിന്റെ കേസിലാണെങ്കിൽ എല്ലാ ആളുകൾക്കും, സീനിയർ സിറ്റിസൺ എന്നോ മറ്റുള്ള നോർമൽ കേസുകളൊന്നുമില്ല. മുമ്പ് 5,000 ആയിരുന്നു, ഇപ്പൊ അത് 10,000 rupees ആണ്. അപ്പൊ 10,000 രൂപയുടെ മുകളിൽ, ശ്രദ്ധിക്കണേ, 10,000 രൂപയുടെ മുകളിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളണം, TDS കട്ട് ചെയ്തോളണം. ഇതാണ് പുതിയ നിയമം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു കേസാണ് നോർമലി നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉണ്ടാവുക. ഇതൊക്കെ ബാങ്കിന്റെ പേഴ്സ്പെക്റ്റീവ് ആണ്, നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഇത് നോക്കേണ്ട ആവശ്യമില്ല. ബാങ്കിന് തന്നെ സ്പെഷ്യൽ കേസുകളൊക്കെ ഉണ്ട്, അടക്കാനോ അടക്കാതിരിക്കാനുള്ള സ്പെഷ്യൽ കേസുകളൊക്കെ ഉണ്ട്. നമ്മളൊരു വ്യക്തിക്ക് എന്താ പറയാ, ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, പലിശ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളണം, TDS കട്ട് ചെയ്തോളണം എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അത് എങ്ങനെയാണ്, അതിന്റെ ഡിഫറെന്റ് സിനാരിയോ നമുക്ക് പറയാം. ഉദാഹരണം, ഞാൻ ഷഹാനക്ക് ഈ ഒരു മാസം 20,000 രൂപ പലിശ കൊടുക്കണം എന്ന് വിചാരിക്കുക. 20,000 രൂപ പലിശ കൊടുക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മാസം ഷഹാനക്ക് 20,000 രൂപ കൊടുക്കുമ്പോൾ
ഞാൻ TDS കട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു സീലിംഗ് ലിമിറ്റിന്റെ ബേസിലാണ്. അതായത് ബാങ്ക് അല്ലാത്ത ബാക്കിയുള്ള ആളുകൾക്ക് 10,000 രൂപയുടെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ 20,000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളണം? കട്ട് ചെയ്തോളണം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു സിനാരിയോ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ സാധനം എക്സ്പെൻസ് ആണോ അല്ലേ എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സോ ഇൻട്രസ്റ്റ് ഈസ് ആൻ എക്സ്പെൻസ്. രണ്ടാമത്തത് ഈ ലിസ്റ്റിൽ ഇത് പെടുന്നുണ്ടോ എന്നുള്ളതാണ്. സോ ഇൻട്രസ്റ്റ് ഈ ലിസ്റ്റിൽ പെടുന്നുണ്ട്. മൂന്നാമത്തെ കേസ് ഇത് സീലിംഗ് ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഇതിന്റെ സീലിംഗ് ലിമിറ്റ് 10,000 ആണ്. സോ ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് കട്ട് ചെയ്യണം? ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. അപ്പൊ ഇതിന്റെ കണ്ടീഷൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇത് കട്ട് ചെയ്യേണ്ട പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% ആണ്. ക്ലിയർ ആയല്ലോ? നമ്മുടെ മുമ്പിൽ ഒരു സിനാരിയോ വരികയാണെങ്കിൽ, എന്ത് സിനാരിയോ വരികയാണെങ്കിലും, കമ്മീഷന്റെ കേസ് വരികയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. ആദ്യം ഓൺലി എക്സ്പെൻസസ് ആർ ലാബിൾ ടു പേ, എക്സ്പെൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ കേസ് ഗവൺമെന്റ് പറഞ്ഞ ലിസ്റ്റിൽ ഈ സാധനം ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. മൂന്നാമത്തെ കേസ് എന്താ? സീലിംഗ് ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. നാലാമത്തെ കേസ് അങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടാക്സ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളതാണ്. സെറ്റ് ആണോ? ഓക്കെ ആണോ? ഹലോ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ജസ്റ്റ് ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ലിസ്റ്റ് ടൈപ്പ് ചെയ്തേ. നമ്മുടെ മുമ്പിൽ ഒരു 3 കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്തതിലേക്ക് നമുക്ക് ഡിഫറെന്റ് സിനാരിയോയിലേക്ക് നമുക്ക് പോവാം. ക്ലിയർ ആയല്ലോ? വെരി ഗുഡ്. ഇനി എപ്പോഴാണ് TDS കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. എപ്പോഴാണ് നമ്മൾ TDS കട്ട് ചെയ്യേണ്ടത്? ഓക്കെ, നോക്കാം. അതിന്റെ 3 കേസുകളാണ്. ഒന്നാമത് അപ്ലിക്കബിലിറ്റി. എപ്പോഴാ? ഒന്ന് പറഞ്ഞേ. അപ്ലിക്കബിലിറ്റി ആദ്യം ഏതിലാണ് അപ്ലിക്കബിൾ ആവുക? ഇൻട്രസ്റ്റിലാണ് ഈ സാധനം അപ്ലിക്കബിൾ ആവുക. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ സീലിംഗ് ലിമിറ്റ്. സീലിംഗ് ലിമിറ്റ് എത്രയാ? ഓൾറെഡി നമ്മൾ പറഞ്ഞു. എത്രയാ? 10,000. സീലിംഗ് ലിമിറ്റ് 10,000. അതിന്റെ മുന്നത്തെ കേസ് റേറ്റ് ഓഫ് TDS. ഇതാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിലെല്ലാത്തിനും ഓരോ പെർസെൻറ്റേജ് എല്ലാം ഡിഫറൻസ് ആണ് പെർസെൻറ്റേജ്. മൂന്നാമത്തെ കേസ് എപ്പോഴാണ് ഇത് കട്ട് ചെയ്തത്? ഈ ഒരു പോയിന്റ് കൂടി ഇമ്പോർട്ടന്റ് ആണ്. ടൈം ടു ഡിഡക്ട് TDS. ടൈം ടു ഡിഡക്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ടൈം ടു ഡിഡക്ട് TDS. എപ്പോഴാണ് TDS കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എപ്പോഴാണ് TDS കട്ട് ചെയ്യണത്? അറ്റ് ദ ടൈം ഓഫ് പാസിംഗ് ജേണൽ എൻട്രി, at the time of passing journal entry, or at the time of payment, whichever is earlier. ഏതാണോ നേരത്തെ സംഭവിക്കുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തോളണം? പേയ്മെന്റ് ചെയ്തോളണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഉദാഹരണം, റെന്റിന്റെ കേസ് എടുക്കാം. റെന്റ് എപ്പോഴാണോ നമ്മൾ അതിന്റെ ജേണൽ എൻട്രി പാസ് ചെയ്യാം? റെന്റിന്റെ ജേണൽ എൻട്രി നമ്മൾ എപ്പോഴാ പാസ് ചെയ്യാം? റെന്റിന്റെ ജേണൽ എൻട്രി നമ്മൾ എപ്പോഴാ പാസ് ചെയ്യാം? റെന്റിന്റെ ജേണൽ എൻട്രി എപ്പോഴാണ് പാസ് ചെയ്യാം? ഞാൻ മൈക്ക് കൺവേർട്ട് ചെയ്യാൻ പെർമിഷൻ തരാം. റെന്റിന്റെ ജേണൽ എൻട്രി നമ്മൾ എപ്പോഴാണ് പാസ് ചെയ്യാം? രണ്ട് കേസാണ്. റെന്റ് ഡ്യൂ എപ്പോഴാവാ? ഒരു മാസം കഴിയുമ്പോൾ റെന്റ് ഡ്യൂ ആവും. ഉദാഹരണം, ഞാനിപ്പോ ഈ മാർച്ച് മാസത്തില് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 31 ആയി കഴിഞ്ഞാൽ റെന്റ് ഡ്യൂ ആയി. അപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യണം? ജേണൽ എൻട്രി ചെയ്യണം. എങ്ങനെ ചെയ്യാം? റെന്റ് അക്കൗണ്ട് അപ് ടു റെന്റ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ജേണൽ എൻട്രി ചെയ്യണം. അതായത് റെന്റ് ആയി, അല്ലെങ്കിൽ 31 തീയതി നമ്മൾ റെന്റ് കൊടുക്കും. അപ്പം ഗവൺമെന്റ് പറയുന്നത് എപ്പോഴാണോ TDS ഡിഡക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അറ്റ് ദ ടൈം ഓഫ് പാസിംഗ് ജേണൽ എൻട്രി ഓർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഓഫ് റെന്റ്, വിച്ച് അവർ ഈസ് ഏർലിയർ. ഏതാണ് ആദ്യം വരുന്നത് ആ സമയത്ത് ചെയ്യണം. ഇപ്പൊ ചില ആളുകൾ 31 തീയതി ഈ മാസം റെന്റ് 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവാം. അപ്പൊ സാധുക്കൾ എന്താ ചിന്തിക്കാം?
ഇനി ആ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് മാത്രം TDS കട്ട് ചെയ്താൽ മതി എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, എപ്പോഴാണോ ജേണൽ എൻട്രി വരുന്നത് അപ്പോൾ എന്ത് ചെയ്യണം? TDS കട്ട് ചെയ്യണം. ഓർ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ്. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഇത് പറഞ്ഞ വരെ കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്ന് പറയൂ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോകണം. സ്ക്രീനിൽ ഇപ്പൊ ഒന്ന് കാണുന്നു. സ്ക്രീനിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഹലോ, സ്ക്രീനിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്ലിക്കബിലിറ്റി, സീലിംഗ് ലിമിറ്റ്, ആ ഒരു പോയിന്റില്. ഓക്കെ, യെസ്. ഇനി നമ്മളൊരു കേസ് സ്റ്റഡി ആയിട്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്നും ഓരോ കേസ് ആയിട്ട് നമ്മളിങ്ങനെ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇവിടെ യൂനുസ് LLP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, യൂനുസ് LLP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, ഈ കമ്പനി യൂനിസ് LLP എന്ന് പറഞ്ഞ എൻ്റെ ഈ ഒരു കമ്പനി എന്നാണ് വിചാരിച്ചോളൂ. എൻ്റെ ഈ ഒരു കമ്പനി നമ്മുടെ കൂട്ടത്തിലെ ഒമർ എന്ന് പറഞ്ഞ ഒരാളുടെ കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തു. ഒരു കേസ് സ്റ്റഡി ഇന്നലെയൊക്കെ നമ്മൾ പഠിച്ച പോലെ ഒരു കേസ് സ്റ്റഡി ഇങ്ങനെ പഠിക്കുകയാണ്. ബോറോഡ് എമൗണ്ട് ഫ്രം ആൻ ഇൻഡിവിജ്വൽ മിസ്റ്റർ ഒമർ. ഇവരെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ലോൺ എടുത്തു എന്നിരിക്കും. ഇവരെ കയ്യിൽ നിന്ന് ഒരു ലോൺ എടുത്തു. ലോൺ എടുത്ത എമൗണ്ട് 5 lakh rupees ആണ് എന്ന് വിചാരിക്കാം. 5 lakh rupees. 5 lakh rupees ആണ് നമ്മൾ ഇവരെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഈ ലോൺ എടുക്കുന്ന കമ്പനിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 18% പെർ ഇയർ ആണെന്ന് വിചാരിക്കാം. ഒരു കൊല്ലത്തിൽ 18% എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം എന്ന് വിചാരിക്കാം. സ്ക്രീനിലൊന്നും കാണുന്നില്ല? കാണുന്നുണ്ടല്ലോ. ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞ കാണുന്നുണ്ടല്ലോ സാറേ. കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ചെയ്താൽ മതി. ജസ്റ്റ് സൂം ഇന്നോ സൂം ഔട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പൊ എൻ്റെ കമ്പനിയുടെ പേര് കുറച്ചുകൂടെ വലുതാക്കാം. എൻ്റെ കമ്പനിയുടെ പേര് യൂനിസ് LLP എന്നുള്ളതാണ് കമ്പനിയുടെ പേര്. ഈ കമ്പനി ഒമർ എന്ന് പറഞ്ഞ ആളുടെ അടുത്തുനിന്ന് 5 ലക്ഷം രൂപ ലോൺ എടുത്തു. ഇതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞത് 18% പെർ ഇയർ ആണ്. 18% പെർ ഇയർ. നിങ്ങൾ യൂനിസ് എന്ന് പറഞ്ഞ ഈ കമ്പനിയുടെ അക്കൗണ്ടന്റ് ആണ് എന്ന് വിചാരിച്ചോളൂ. നിങ്ങളെ പറഞ്ഞ അക്കൗണ്ട് ആണെന്ന് വിചാരിച്ചോളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ കമ്പനി TDS കട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം. നേരത്തെ പറഞ്ഞ എല്ലാ കേസുകളും ഒന്ന് ആലോചിക്കാം. ഈ കമ്പനി TDS കട്ട് ചെയ്യണോ എന്നുള്ളത് ആണ് ആലോചിക്കണം. കട്ട് ചെയ്യണോ? ലോൺ എമൗണ്ട് 5 ലക്ഷം രൂപയാണ്. ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് 18%. ഈ കമ്പനി ഇൻട്രസ്റ്റ് പേ ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. പറയൂ. ഒരു ഒപ്പീനിയൻ പറയൂ. വേണം, പേ ചെയ്യണം. വേണം. എന്തുകൊണ്ട്? 90% ഇൻട്രസ്റ്റ്. എങ്ങനെ? 5 ലാഖിന്റെ 18% പറഞ്ഞ 90,000 ആണ് വരുന്നത്. 90,000 ആണ് വരുന്നത്. 10,000 മേലല്ലേ പേ ചെയ്യണ്ടേ? യെസ്. ഈ കമ്പനി
ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അതായത് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ 3 കണ്ടീഷനാണ് ചെക്ക് ചെയ്യണത്. ഇതെന്താണോ എക്സ്പെൻസസ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ആണ്, ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇൻട്രസ്റ്റ് ഇസ് എൻ എക്സ്പെൻസ്. രണ്ടാമത് ഈ സംഭവം ലിസ്റ്റിലുണ്ടോ? ഓക്കെ, ഇൻട്രസ്റ്റ് എന്നുള്ളത് TDSന്റെ ലിസ്റ്റിലുണ്ട്. സോ അതുകൊണ്ട് പേ ചെയ്യണം. ഇതിന്റെ സീലിംഗ് ലിമിറ്റ് ഓൾറെഡി പറഞ്ഞു, 10,000 രൂപന്റെ മുകളിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൽ കേട്ടോ, 1 ഇയറിൽ 10,000 റുപ്പീസിന്റെ മുകളിൽ, ഒരു വർഷത്തിൽ 10,000 റുപ്പീസിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ 10% കട്ട് ചെയ്യണം. സോ 5 ലക്ഷത്തിന്റെ പെർസെൻറ്റേജ് എത്രയാ വരിക? 18% എന്ന് പറഞ്ഞത് 9, 18, 150, 150ന്റെ പകുതി 90,000 അല്ലേ? നമ്മളൊരു വർഷം എത്ര അടക്കണം? 90,000 രൂപ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇവരുടെ എമൗണ്ട്, ഈ 90,000 രൂപ ഇവർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് ദ ടൈം ഓഫ് പാസിംഗ് ജേണൽ എൻട്രി, കൊടുക്കുന്ന ആ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴാണോ കൊടുക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്തോളണം? കട്ട് ചെയ്യണം. TDS കട്ട് ചെയ്തോളണം. കട്ട് ചെയ്യണം. ക്ലിയർ ആയിരിക്കും വിചാരിക്കണം. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന്റെ ജേണൽ എൻട്രി? ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ആക്കിയിട്ട് എഴുതാം. എങ്ങനെയായിരിക്കും ഇതിന്റെ ജേണൽ എൻട്രി വരിക? ഇങ്ങനെ വരും, നോക്കണേ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 90,000. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 90,000. അത് കഴിഞ്ഞതിന് TDS ശേഷം ടു credit. ഉമർക്കൊക്കെ എത്ര കൊടുക്കണം? 81,000 കൊടുക്കണം. ഓക്കെ, ടു TDS പേബിൾ എത്ര വരും? ബാക്കിയുള്ള 9,000 വരും. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ജേണൽ എൻട്രി വരുന്നുണ്ടാവും. സ്ക്രീൻ കാണുന്നില്ല, ലോഡിങ് കാണിക്കണം. എല്ലാവർക്കും അങ്ങനെയാണോ? ഇല്ല, കാണുന്നുണ്ട്. കാണുന്നില്ല. 1-2 ആളുകൾക്ക് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ നെറ്റ്വർക്കിന് എന്തോ പ്രശ്നമാണ്. ക്ലോസ് ചെയ്ത് വീണ്ടും ഓണാക്കാം. ബാക്കി ആളുകൾക്ക് കാണുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ ഭാഗത്തുള്ള പ്രശ്നമാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ കണ്ടീഷൻ. ഓൺലി എക്സ്പെൻസസ് ആർ ലാബിൾ. ലിസ്റ്റ് ഉണ്ടോ നോക്കാം. സീലിംഗ് ലിമിറ്റ് ത്രെഷോൾഡ് കട്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നോക്കാം. ക്ലിയർ ആയി വിചാരിക്കാണ്. നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പഠിച്ചു. എക്സാമ്പിൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അടക്കണം. ഇതിനകത്ത് നമ്മൾ എല്ലാ കേസുകളും, ഇതിനു മുമ്പത്തെ എല്ലാ കേസുകളിലും നമ്മളൊരു കണ്ടീഷനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വലിന്റെ കേസിൽ, ഇൻഡിവിജ്വൽസ് ഓർ HUF, ഇവർക്ക് എക്സംഷൻ ഉണ്ട്. ഇൻഡിവിജ്വൽ ഓർ HUF. കഴിഞ്ഞ സെഷനിൽ പഴയ ആളുകൾ പറയും ഇൻഡിവിജ്വൽ ഓർ HUF, ഇവർക്ക് എങ്ങനെയാണ് എക്സംഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഇവർക്ക് എങ്ങനെയാണ് ഇൻഡിവിജ്വലിനും HUFനും എക്സംഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്? 2 കേസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിസിനസ് ആണെങ്കിൽ എങ്ങനെ? ബിസിനസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു 1 crore. കഴിഞ്ഞ പഴയ ആളുകളോടെ 1 crore, 1 crore ബിസിനസ് ഉള്ള ആയിരിക്കണം. പ്രൊഫഷണൽ ആണെങ്കിൽ, പഴയ ആളുകളൊക്കെ എവിടെയാടാ? ആരും മുന്നണില്ലല്ലോ. പ്രൊഫഷണൽ ആണെങ്കിൽ 50 lakh. ഈ കേസ് പറഞ്ഞത് ഓർക്കണ്ടോ? ആരൊന്നും പറയാത്തെ പഴയ ആളുകളുടെ? Yes, 50 lakhs. ഓർക്കണില്ലേ പ്രസന്ന മാഡം? Yes. അതായത് Business greater than 1 crore. ഇൻഡിവിജ്വലിനും പിന്നെ പ്രൊഫഷണൽ ആണെങ്കിൽ 50 lakhs. lakhs നോട്ട് വരും. ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ പണ്ടത്തെ പഴയതിലൊക്കെ? ഉണ്ട്. സാലറിയുടെ കേസാണോ? ജസ്റ്റ് പേജ് എല്ലാത്തിന്റെ മറിച്ച് കേസിലും. പറഞ്ഞതാട്ടോ. എല്ലാ കേസിലും കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കേസിലും അതർ ദാൻ ഇൻഡിവിജ്വൽ ഓർ HUF എന്നൊരു കേസായിരിക്കും എല്ലാവരും എപ്പോഴും പറയാം. ഈ അതർ ദാൻ ഇൻഡിവിജ്വൽ HUF എന്ന് പറയുമ്പോൾ, ഇൻഡിവിജ്വൽ ഒരു ബിസിനസ് ആണെങ്കിൽ 1 crore മുകളിൽ ബിസിനസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ TDS അപ്ലിക്കബിൾ ആവുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് എ പ്രൊഫഷണൽ,
50 ലാക്ക് റുപ്പീസ് ഉണ്ടെങ്കിൽ ഇവർക്ക് അപ്ലിക്കബിൾ ആവും. അല്ലാത്ത കേസിലൊന്നും എന്തെങ്കിലും അപ്ലിക്കബിൾ. അതാണ് നേരത്തെ ഞാനൊരു LLP എന്നുള്ള ഒരു കമ്പനിയുടെ പേരിൽ വെച്ച് തുടങ്ങിയത്. കമ്പനി ആകുമ്പോൾ ഇന്ന ലിമിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ഒരു കണ്ടീഷൻ കൊണ്ടായിരിക്കും ഇൻഡിവിജ്വൽ ഓർ HUF. നമ്മൾ ഏത് കേസ് TDS ഏത് കേസ് പറയുമ്പോഴും ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി അതർ ദാൻ ഇൻഡിവിജ്വൽ ഓർ HUF എന്ന് പറയും. ഇൻഡിവിജ്വലിന് HUF-ന് ഇത് ബാധകമല്ല. ഇൻഡിവിജ്വലിന് ബാധകമാവും എപ്പോഴേ, ഇൻഡിവിജ്വലിനോ HUF-ന് എപ്പോഴാണ് ബാധകമാവുക? അവരൊരു ഇൻഡിവിജ്വൽ ഒരു ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ടോട്ടൽ ടേൺ ഓവർ 1 crore എന്തുണ്ടാകണം ഉണ്ടെങ്കിൽ അവർക്ക് ബാധകമാവും. ഇഫ് ഇറ്റ് ഈസ് പ്രൊഫഷണൽ ആണെങ്കിൽ 50 lakhs. ഞാനൊരു പ്രൊഫഷണൽ ആണ്, എനിക്ക് 50 ലക്ഷം രൂപയുടെ മുകളിൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ എനിക്ക് TDS അപ്ലിക്കബിൾ ആവും. അതിന്റെ താഴെയാണെങ്കിൽ എനിക്ക് TDS അപ്ലിക്കബിൾ ആവില്ല. ഞാൻ എത്ര എമൗണ്ട് കൊടുത്താലും സീലിംഗ് ലിമിറ്റ് എക്സീഡ് ചെയ്താലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കില്ല. ഏതുവരെ? ഇഫ് ഐ ആം എ പ്രൊഫഷണൽ 50 lakhs വരെ. ഇഫ് എ ബിസിനസ് ഡൂയിങ് ബിസിനസ് then it's 1 crore. സെറ്റ് അല്ലേ? റെഡി അല്ലേ? പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഒക്കെ വരും. പാർട്ണർഷിപ്പ് ആണെങ്കിൽ ബാക്കിയൊക്കെ വരും, എല്ലാം വരും. ഇൻഡിവിജ്വലിന്റെ കേസിൽ മാത്രം. ഓക്കെ. ഓക്കെ. ഇനി നമ്മൾ ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനാരിയോയിലേക്ക് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കേസ് നന്നായിട്ട് മനസ്സിലാക്കണം. ഇതിന്റെ എല്ലാ കേസുകളും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ബിസിനസ്സിനകത്ത് വരാൻ സാധ്യതയുള്ള എല്ലാ കേസുകളിലും ഒരു കേസ് 1 ആയിട്ട് നമ്മളിങ്ങനെ പഠിക്കാം. ഒന്നാമത്തെ ഒരു കേസ്, എൻ്റെ ഒരു LLP കമ്പനിയാണ് എന്ന് വിചാരിക്കാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കമ്പനി യൂനുസ് LLP, ഇൻഡിവിജ്വലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ഒരു 3-4 ആളുകളുടെ അടുത്തുനിന്ന് ലോൺ വാങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുള്ളൂ. ഒരു 3-4 ആളുകളുടെ അടുത്തുനിന്ന് ലോൺ വാങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ എഴുതാം പെയ്ഡ് ഇൻട്രസ്റ്റ്. മൂന്നാളുകളാണത്. ഒന്നാമത്തത് ഒരാളുടെ പേര് നമുക്കറിയാം, പ്രസന്ന മേഡം. രണ്ടാമത്തെ കേസ് വേണുഗോപാൽ സാർ. മൂന്നാമത്തെ കേസ് ഒമർ. ഓക്കെ. നമ്മൾ 3 ആളുകളുടെ അടുത്തുനിന്നും നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോളെ. നമ്മുടെ കമ്പനിയുടെ പേര് യൂനുസ് LLP എന്നാണ് കമ്പനിയുടെ പേര്. നമ്മൾ ഈ 3 ആളുടെ കയ്യിലും, പ്രസന്നന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, വേണുഗോപാൽ സാറിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, ഒമറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്തിരിക്കുന്നത് 9,000 പെർ ഇയർ ആണ് എന്ന് വിചാരിച്ചോളൂ. 9,000 പെർ ഇയർ ആണ്. ഇവിടെ നമ്മൾ പേ ചെയ്തിരിക്കുന്നത് 10,000 പെർ ഇയർ. ഇവിടെ നമ്മൾ പേ ചെയ്തിരിക്കുന്നത് 10,000 പെർ ഇയർ. ഇതാണ് നമ്മുടെ 3 കേസ് എന്ന് വിചാരിച്ചോളൂ. 9,000 പെർ ഇയർ, 10,000 പെർ ഇയർ, 10,000 പെർ ഇയർ. ഈ കമ്പനിയുടെ അക്കൗണ്ടന്റ് ആണ് നിങ്ങളെന്ന് വിചാരിക്കാം. ഈ കമ്പനിയുടെ ഒരു അക്കൗണ്ടന്റ് ആണ് നിങ്ങളെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, ഈ കമ്പനി TDS കട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. TDS കട്ട് ചെയ്യണോ വേണ്ടേ? കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെടുത്തൊക്കെ കട്ട് ചെയ്യണം, ആരെടുത്തൊക്കെ കട്ട് ചെയ്യണ്ട, ഇതാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഒരു കേസിൽ നിങ്ങൾ ആലോചിക്കാം, ടോട്ടൽ എമൗണ്ട് കമ്പനി പേ ചെയ്തത് കട്ട് ചെയ്യണ്ടല്ലോ, ഗ്രേറ്റർ ദാൻ 10,000 ആയില്ലല്ലോ. സാറേ ഇത് കട്ട് ചെയ്യണം. ആഗ്രിഗേറ്റ് ഓഫ് ഓൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്ര ഉണ്ട്? 10 29,000 രൂപ നമ്മൾ ടോട്ടൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ട്. കേസ് പറയും ഇതെങ്ങനെയായിരിക്കും വരിക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. 10,000 പെർ ഇയർ പെർ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു ക്ലോസും കൂടി ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കണേ. 10,000 പെർ ഇയർ പെർ പേഴ്സൺ.
എന്റെ സൗണ്ട് ഓക്കെ അല്ലേ? ഞാൻ കുറച്ച് ദൂരത്ത് നിന്ന് സംസാരിക്കുന്ന സൗണ്ട് കേൾക്കാതെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. കുറച്ച് ദൂരത്ത് നിന്ന് ഓക്കെയാണ്. സംസാരിക്കാം. സൗണ്ട് ഓക്കെ ആണോ? നല്ല ക്ലാരിറ്റി ഉണ്ടോ? ഹലോ, ഉണ്ട്. ഓക്കെ Yes, അല്ലേ? sir. ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ. അപ്പം എൻ്റെ ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ ഓരോരുത്തർ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഈ പ്രസന്ന മാഡത്തിന്റെ അടുത്ത്, വേണുഗോപാൽ സാർ എടുത്തു, ഒമർ സാർ എടുത്തു നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്. പ്രസന്ന മാഡത്തിന് ഒരു വർഷം 9,000 രൂപ ഇൻട്രസ്റ്റ് അടച്ചു. വേണുഗോപാൽ സാർ 10,000 രൂപ ഇൻട്രസ്റ്റ് അടച്ചു. ഒമർ സാർ 10,000 രൂപ ഇത്ര അടച്ചു. ടോട്ടൽ 29,000 രൂപ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഇവർക്ക് പേ ചെയ്തു. ഇനി ഒന്നാമത്തെ കേസിൽ പ്രസന്ന മാഡത്തിന് 9,000 രൂപ കൊടുക്കുന്ന സമയത്ത് നമ്മൾ TDS കട്ട് ചെയ്തിട്ട് വേണോ കൊടുക്കാൻ, അല്ലാതെ കൊടുക്കണോ? നിങ്ങളുടെ ഒപ്പീനിയൻ പറയും. കട്ട് ചെയ്യണ്ട, അല്ലാതെ കൊടുക്കുക. കട്ട് ചെയ്യേണ്ട. കാരണം 9,000 മാത്രമേ 10,000 പെർ ഇയർ പെർ പേഴ്സൺ എന്ന കാറ്റഗറിയിൽ ഇല്ല. അതുകൊണ്ട് പ്രസന്ന മാഡത്തിന് എത്ര രൂപ കൊടുക്കണം? പലിശ കൊടുക്കുമ്പോൾ എത്ര രൂപ കൊടുക്കണം? 9,000 മുഴുവനായിട്ട് കൊടുക്കണം. 1 രൂപയും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കേസ് വേണുഗോപാൽ സാർ 10,000 രൂപ. എത്ര രൂപ കട്ട് ചെയ്യണം? എത്ര രൂപ കൊടുക്കണം? 1,000 rupees കട്ട് ചെയ്യണം. 9,000 കൊടുക്കണം. എത്ര? 9,000 കൊടുക്കണം. നോക്കണേ, സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. 10,000ന്റെ മുകളിൽ വന്നാൽ മാത്രമേ എൻഡയർ എമൗണ്ടിന് മുകളിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ 10,000 ആണ്. 10,001 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10% കട്ട് ചെയ്യണം. ഇപ്പൊ 10,000 റുപ്പീസ് പെർ ഇയർ പെർ പേഴ്സൺ, അതിന്റെ മുകളിൽ വന്നാലേ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ വേണുഗോപാൽ സാറിന്റെ അടുത്ത് കട്ട് ചെയ്യണോ? വേണ്ട. ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്. മൂന്നാമത്തെ കേസ് ഒമറിന്റെ കേസ് കട്ട് ചെയ്യണ്ട. ബിക്കോസ് 10,000 പെർ പേഴ്സൺ പെർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണ്ട. അപ്പൊ ഇവിടെ നമ്മൾ ആഗ്രിഗേറ്റിന്റെ മുകളിൽ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിച്ചിട്ട് സമയം കളയണ്ട. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം. കേസ് 2 ഇവിടെ തന്നെ ഇതല്ലേ? കേസ് 2 രണ്ടാമത്തെ കേസ്. ഈ മൂന്നാൾ തന്നെയാണ് എന്ന് തന്നെ വിചാരിച്ചോളൂ. പ്രസന്ന, അതുപോലെ വേണുഗോപാൽ സാർ, ഈ മൂന്നാളുടെ കേസ് തന്നെ വിചാരിക്കാം. പ്രസന്ന മാഡത്തിന് നമ്മൾ ഈ വർഷം 60,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതേപോലെ വേണുഗോപാൽ സാറിന് നമ്മളൊരു 10,000 റുപ്പീസ് പേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. 10,000 റുപ്പീസ്. 10,000 കൂടിയോ? ഇല്ല. മൂന്നാമത്തെ കേസിൽ ഇവർക്ക് 10,000 പേ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതിന്റെ കേസ് എങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവോ? ഇതിന്റെ കേസിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവോ? പ്രസന്ന മാഡത്തിന് TDS കട്ട് ചെയ്യണോ വേണ്ടയോ? എന്തുകൊണ്ട് കട്ട് ചെയ്യണം? എന്തിന്റെ ബേസിൽ കട്ട് ചെയ്യണം? എന്തായിരിക്കും ഇതിന്റെ റീസൺ? എല്ലാവരും വീഡിയോയിൽ അറ്റൻഡ് ചെയ്താലേ ക്ലാരിറ്റി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയൊക്കെ ലോകത്തെത്തുക. 60,000 രൂപ പ്രസന്ന മാഡത്തിന് നമ്മൾ പലിശ കൊടുക്കുന്ന സമയത്ത്, ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് കട്ട് ചെയ്യണം. റീസൺ സീലിംഗ് ലിമിറ്റ് 10,000. ക്രോസ് ചെയ്തു. 10,000 പെർ ഇയർ പെർ പേഴ്സൺ ക്ലോസ് ചെയ്തു. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന്റെ ജേണൽ എൻട്രി? ഒന്ന് പറഞ്ഞേ, എങ്ങനെയായിരിക്കും ഇതിന്റെ ജേണൽ എൻട്രി ഒന്ന് പറഞ്ഞേ. ഇൻട്രസ്റ്റ് Interest on loan account. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്ര വരിക? 60,000. 60,000 ടു എന്ത് വരും? പ്രസന്ന. 2% എത്ര വരും? 54,000 വരും. 54,000. ടു TDS എത്ര വരും? 6,000. ഈ രീതിയിലായിരിക്കും ഇതിന്റെ ജേണൽ എൻട്രി. പുതിയ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കേട്ടുന്ന മതി കേട്ടോ. കാരണം ഈ ജേണൽ എൻട്രി ഒക്കെ നമ്മൾ ബേസിക് സെഷനിലൊക്കെ പഠിച്ച് റെക്കോർഡിങ്ങിൽ കംപ്ലീറ്റ് ആവണം കേട്ടോ. അപ്പോഴാണ് ഇത് സെറ്റ് ആവും. അല്ലാത്ത ആളുകൾ ജസ്റ്റ് നോക്കിയാൽ മതി. അതായത്
പ്രസന്നക്ക് 54,000 രൂപയെ കൊടുക്കണ്ടുള്ളൂ. 6,000 രൂപ ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യണം? ടാക്സ് ആയിട്ട് TDS. പേ ചെയ്യണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. സെറ്റ് അല്ലേ? TDS പേയ്മെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത് ഗവൺമെന്റിലേക്ക് തിരിച്ചെടുത്ത് വരും? ഈ 6,000 രൂപ ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം നമ്മള്. അല്ല അത് ജേണൽ എൻട്രി ഇത് കട്ട് ചെയ്ത് ഇത് നേരെ ഓപ്പോസിറ്റ് അടിച്ചാലേ പോകുള്ളൂ. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നേരെ എന്ത് ചെയ്യും? TDS അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബാങ്ക് പോകും. ക്യാഷ് ബാങ്ക് ആയിരിക്കും കൊടുക്കും. നമുക്ക് ട്രാൻസ്ഫർ അല്ലേ വരാം. TDS അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബാങ്ക്. അപ്പൊ TDS എമൗണ്ട് ക്ലിയർ ആവും. റെഡി? വേണുഗോപാൽ സാർക്ക് നമ്മൾ കട്ട് ചെയ്യണോ വേണ്ടയോ? വേണ്ടെങ്കിൽ എത്ര? വേണ്ട. വേണ്ടെങ്കിൽ എത്ര? വേണ്ട. എന്തുകൊണ്ട് വേണ്ട? 10,000 പെർ ഇയർ പെർ പേഴ്സൺ എന്നുള്ള Limit. സംവിധാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് കട്ട് ചെയ്യണ്ട. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ നോ ആവശ്യമില്ല. മൂന്നാമത്തെ കേസിലോ ഒമറിന്റെ കേസിലോ വേണ്ട. നോ. എന്താ? Ceiling limit not exceeded. സീൽ ലിമിറ്റ് നോട്ട് എക്സീഡഡ്. ക്ലിയർ ആയി വിചാരിക്കാണ്. റെഡി അല്ലേ? Okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്ക്. ഉണ്ടോ? പറയോ? എങ്ങനെ? TDS പേയ്മെന്റ് ചെയ്യുമ്പോഴുള്ള എൻട്രി എന്ന് പറഞ്ഞത്. TDS പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് TDS അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബാങ്ക്, TDS അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബാങ്ക് ഓർ ക്യാഷ് ഓർ GPay എന്താണോ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യണത് ആ ഒരു സംഭവം. സാറേ ഒരു ഡൗട്ട്, അതായത് ഈ 60,000 ഇപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ പെർ ഇയറിലാണ് നമ്മൾ കണക്കാക്കണേ അല്ല മന്ത്ലിയോ? പെർ ഇയറിൽ പെർ ഇയറിലാണ് അല്ലെ? പെർ ഇയറിൽ. അത് നമുക്ക് ഒന്നുകൂടി ഒരു നാലാമത്തെ അഞ്ചാമത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ മന്ത്ലി എങ്ങനെ അത് കണക്കാക്കുന്നു പറഞ്ഞുതരാം. ആ കാരണം ഞാൻ എല്ലാ കേസും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ പിന്നീട് ഉണ്ടായിരുന്നു വെച്ചിട്ടാണ് എല്ലാ കേസുകളും പറഞ്ഞു പോകുന്നത്. നമ്മൾ ഏത് സിനാരിയോയിലാണ് വന്ന് പെടുകയെന്ന് അറിയില്ലല്ലോ. അപ്പൊ ആദ്യത്തെ കേസ് നമ്മൾ 9,000, 10,000, 10,000 ആണ്, മൂന്നിലും ഇല്ലാന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസിൽ ഒരാൾക്ക് 60,000 വെച്ചു, ബാക്കിയുള്ള ആൾക്ക് 10,000 വെച്ചു. ഒരാൾക്ക് അപ്ലിക്കബിൾ ആണ്, രണ്ടാൾക്ക് അപ്ലിക്കബിൾ അല്ല, ആഗ്രിഗേറ്റ് അപ്ലിക്കബിൾ അല്ല എന്ന് മനസ്സിലായി ഇല്ലേ? ഓക്കെ. ഇനി മൂന്നാമത്തെ സിനാരിയോ പറയാം. മൂന്നാമത്തെ സിനാരിയോ ഈ ആളുകളൊന്നും പേര് ഞാൻ മാറ്റുന്നില്ല. മൂന്നാമത്തെ സിനാരിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന പ്രസന്ന മേഡത്തിന് 60,000 രൂപ നമ്മൾ കൊടുത്തു. വേണുഗോപാൽ സാറിന് 10,001 രൂപ കൊടുത്തു. ഇവർക്ക് 10,001 രൂപ കൊടുത്തു. എന്തായിരിക്കും നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ? ഇതിൽ ഏതൊക്കെ കേസിൽ 60, 70, 80? 3 പേർക്കും അടയ്ക്കണം. 82. 3 പേർക്കും TDS മൂന്ന് പേർക്കും അടക്കണം അല്ലേ? അതെ. TDS അക്കൗണ്ട് അപ്ഡേറ്റ് 60, 54, 6 അങ്ങനെ വെച്ച് അടക്കണം. 1000. വേണുഗോപാൽ സാറെ കേസിലോ? 10,000. വേണുഗോപാൽ സാറെ കേസിൽ എങ്ങനെ അടക്കണ്ടേ? 10,000 to 10,000 അതിന്റെ 10% 10%. 1000 അടക്കല്ലേ? 1000. 9,000, 1,000. മറ്റേ കേസിൽ 9,000, 1,000. ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഈസി അല്ലേ? ക്ലിയർ. ഇതിനകത്ത് ഡൗട്ട് അടിക്കാനൊന്നും ഇല്ലല്ലോ. ഇതാണ് മൂന്നാമത്തെ കേസ്. TDS മൂന്ന് കേസിൽ quarterly പെർ payment. ഇയർ പെർ പേഴ്സൺ person. 10,000 എന്ന ലിമിറ്റ് ഇവര് ക്രോസ് ചെയ്തു. അതുകൊണ്ട് ഇവര് അടക്കണം. ഇനി നാലാമത്തെ കേസ് 60,000. ആദ്യത്തെ കേസിൽ നമുക്കൊരു 10,000 ഇട്ട് നോക്കാം. ഒരു 10,000 ഇട്ടു. 10,000 ആണെങ്കിൽ ഇത് നോക്കാം. 10,001 ഇട്ടു. രണ്ടാമത്തെ 3 കേസിലും 10,001 തന്നെ നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ. 3 കേസിലും 10,001 തന്നെ ഇട്ട് നോക്കാം. ഇതില് വേണുഗോപാൽ സാർക്കും നോക്കണം. ഈ കണ്ടീഷൻസ് നന്നായി ശ്രദ്ധിക്കണേ. വേണുഗോപാൽ സാർക്കും ഒമറിനും എന്തില്ല? ഡു നോട്ട് ഹാവ് പാൻ പാൻ കാർഡ് ഇല്ല. പാൻ കാർഡ് ഇല്ല. ഈ ഒരു കേസ് ഇതൊക്കെ നമ്മൾ വേറെ കേസുകൾക്കൊക്കെ വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് പാൻ കാർഡ് ഇല്ല. പാൻ കാർഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കേസ് വരുന്നത്. പാൻ കാർഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. 10% അടയ്ക്കണ്ടേ? പാൻ കാർഡ് ഇല്ലെങ്കിൽ ഹയർ പെർസെൻറ്റേജ് നമ്മൾ TDS അടക്കണം. അപ്പൊ ആദ്യത്തെ കേസിൽ പ്രസന്ന മാഡം ഹയർ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ്
20%. ഹയർ പെർസെൻറ്റേജ് പറയുമ്പോൾ 20% അടക്കണം. ഇത് വലിയ കെണിയാട്ടോ. നമ്മളൊരു അക്കൗണ്ടന്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കണം, ആരടുത്തുനിന്നാണോ നമുക്ക് TDS കട്ട് ചെയ്യേണ്ടത് അവന് പാൻ കാർഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താം. പാൻ കാർഡ് ഇല്ലെങ്കിൽ 10% കട്ട് ചെയ്യേണ്ടത് 20% കട്ട് ചെയ്യേണ്ടി വരും. ഇതൊരു പെനാൽറ്റിയാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവർക്ക് രണ്ടാൾക്ക് വേണുഗോപാൽ സാർക്കും ഒമർ സാറിനും ഇല്ല. അപ്പൊ പ്രസന്ന മാഡത്തിന് TDS കട്ട് ചെയ്യണോ വേണ്ടയോ? അതാണ് ചോദ്യം. കട്ട് ചെയ്യണോ? കട്ട് ചെയ്യണോ? എത്ര പെർസെന്റേജ് കട്ട് ചെയ്യണോ? 10%. 10% കട്ട് ചെയ്യണോ? വേണുഗോപാൽ സാറിന് കട്ട് ചെയ്യണോ? വേണം. കട്ട് ചെയ്യണോ? എത്ര കട്ട് ചെയ്യണോ? 10%. 20% കട്ട് ചെയ്യണോ? ഒമർ സാറിന് കട്ട് ചെയ്യണോ? കട്ട് ചെയ്യണം. കട്ട് ചെയ്യണം. എത്ര പെർസെന്റേജ്? 20%. 20% കട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് കട്ട് ചെയ്യേണ്ടി വന്നത്? ഇവർക്ക് രണ്ടാൾക്കും എന്തില്ല? പാൻ കാർഡ് കാർഡ് ഇല്ല. ഇല്ല. ക്ലിയർ ആയല്ലോ? Yes. ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇതില് എന്തിനാണ് ഹയർ റേറ്റ് കട്ട് ചെയ്യണം എന്നുള്ളത് ഈ ഒരു വകുപ്പ് പ്രകാരം 206AA ഇത് പ്രകാരം 206 AA പ്രകാരം എന്ത് ചെയ്യണം? ഹയർ റേറ്റിനകത്ത് കട്ടണം. അപ്പൊ ഈ ഒരു ആക്ടില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് TDS നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അവനക്ക് പാൻ ഇല്ല എങ്കിൽ 206AA പ്രകാരം ഹയർ റൈറ്റ്, അതായത് 20%, ഇതിന്റെ ഡബിൾ എന്ത് ചെയ്യണം? കട്ട് Cut ചെയ്യണം. ചെയ്യണം എന്നുള്ളതാണ് നിയമം. ക്ലിയർ ആയല്ലോ? Yes. ഡോട്ടിലില്ല. അപ്പൊ 3 കേസിലും നമ്മൾ കട്ട് ചെയ്യണം. പക്ഷെ കട്ട് ചെയ്യേണ്ടത് ഇവിടെ എത്ര കട്ട് ചെയ്യണം? ഇവിടെ 1000 ആണ് നോർമൽ കട്ട് ചെയ്യണത്, 2000 ആയിട്ട് മാറും. ഇവിടെ 1000 ആണ് കട്ട് ചെയ്യേണ്ടിയിരുന്നത്, അത് എന്തായിട്ട് മാറും? 2000. ഇവിടെ നോർമൽ എല്ലാ പാൻ കാർഡ് ഉള്ളത് ഇവരുടെ 1000 കട്ട് ചെയ്താൽ മതിയാവും. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? Okay. ഓക്കെ. ഇനി നമുക്ക് 5ാമത്തെ സിനാരിയോ എടുക്കാം. 5ാമത്തെ സിനാരിയോ മക്കളെ, 5ാമത്തെ സിനാരിയോ. 5ാമത്തെ സിനാരിയോയില് ഇതേ കേസ് തന്നെ വിചാരിച്ചോളൂ. പക്ഷെ ഇവർക്ക് പാൻ കാർഡ് ഉണ്ട്, പക്ഷെ എന്തില്ല? വാലിഡ് അല്ല. വേണമെങ്കിൽ നോ വാലിഡ്, ഡേറ്റ് കഴിഞ്ഞിട്ടോ മറ്റെന്തെങ്കിലും ഇഷ്യൂസോ കൊണ്ടോ ഇവരുടെ പാൻ കാർഡ് ഇനോപ്പറേറ്റീവ് ആണ്. നോ വാലിഡ് ഓർ ഇനോപ്പറേറ്റീവ്, അതാണ് അതിന്റെ വേർഡ്. ഇനോപ്പറേറ്റീവ് സ്റ്റാറ്റസിലാണ് അവരുടെ പാൻ കാർഡ് എങ്കിൽ അപ്പോഴും ഗവൺമെന്റ് പറയണത് എന്താ? ഹയർ റേറ്റിനകത്ത് തന്നെ കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത്. ഹയർ റേറ്റ് എന്ന് പറയുന്നത് 20%. 20%. അപ്പൊ ഇനോപ്പറേറ്റീവ് ആണെങ്കിൽ അതിന്റെ ഒരു സെഷൻ വരുന്നത് 114 ട്രിപ്പിൾ എ. 114 ട്രിപ്പിൾ എ. ഇത് പ്രകാരം ഹയർ റേറ്റിൽ തന്നെ എന്ത് ചെയ്യണം? ഇവരത് കട്ട് ചെയ്തോളണം. ക്ലിയർ ആയില്ല? അപ്പം പ്രസന്ന മാഡത്തിന് എത്ര ചെയ്താൽ മതി? 10% കട്ട് ചെയ്താൽ മതി. 10%. വേണുഗോപാൽ സാറിന് 20% കട്ട് ചെയ്യണം ഇനോപ്പറേറ്റീവ് ആണെങ്കിൽ. ഒമർ സാറിന് ഈ രീതിയിൽ എന്ത് ചെയ്യണം? 20%. 20% കട്ട് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഈ എല്ലാ കേസും റെഡി ആയല്ലോ? ഇനി നേരത്തെ സാർ ചോദിച്ച ആ ചോദ്യം, മന്ത്ലി ആണെങ്കിൽ എന്താ, നമ്മൾ എങ്ങനെയാണ് ഈ സംവിധാനത്തെ നമ്മൾ കൈകാര്യം ചെയ്യാന്നുള്ളത്? ഇതൊക്കെ നമ്മൾ ഏത് സിനാരിയോയിലാണ് നമ്മൾ വന്ന് പെടുക എന്നുള്ളത് നമുക്കറിയില്ല. ഇനി അത്തരം ഒരു കേസ് നമുക്ക് ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, അത്തരം ഒരു കേസ് നമുക്ക് എടുത്തു നോക്കാം. അപ്പൊ നമ്മൾ എത്ര കേസ് പറഞ്ഞു? 5 കേസ് പറഞ്ഞു അല്ലേ? 5. ആറാമത്തെ കേസ് നമുക്ക് ഇവിടെ ഒരു കമ്പനിയുടെ, നമുക്കൊരു കുറച്ചുകൂടി ഒരു കമ്പനി ഒരു ഫോർമാറ്റിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ UNS LLP ഇതാണ് എൻ്റെ കമ്പനിയുടെ പേര്. ഞാനൊരു സ്ഥലത്ത് നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ലോൺ എടുക്കുന്ന സമയത്ത് ഒരു ഓമറിന്റെ കയ്യിൽ നിന്നാണ് ലോൺ എടുത്തതെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഓരോ മാസം ഇങ്ങനെയാണ് കണക്കൂട്ടുക.
ഏപ്രിൽ മുതൽ നമുക്ക് കണക്കൂട്ടാം. ഏപ്രിൽ മാസം. ഓക്കെ, ഇൻട്രസ്റ്റ് എടുത്തത് നമ്മൾ ടോട്ടൽ എമൗണ്ട് എടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 1,00,000 രൂപയാണ് നമ്മൾ ലോൺ എടുത്തതെന്ന് വിചാരിക്കാം. 1,00,000 രൂപയാണ്. 1,08,000 ഒരു എമൗണ്ട് നമുക്ക് ഇങ്ങനെ ഇടാം. 1,08,000 രൂപയാണ് എടുത്തതെന്ന് വിചാരിക്കാം. ഇതിന്റെ 10% നമ്മൾ അടക്കണം. ഇതിന്റെ 10% എത്രയാ? 10% വരുന്നത് 10,800 അല്ലേ? 10,800. അല്ലേ? ഉം. ആസ് ഇൻട്രസ്റ്റ് പെർ ഇയർ. ഓക്കെ, പലിശയായിട്ട് നമ്മൾ ഇത്ര നമ്മൾ അടക്കണം ഒരു വർഷം. ഇതാണ് നമ്മളെ കമ്പനി എന്ന് വിചാരിച്ചോ. പക്ഷെ ഇവർക്ക് മന്ത്ലി ആണ് നമ്മൾ പേയ്മെന്റ് ചെയ്യണമെന്ന് വിചാരിച്ചോളെ. ഇങ്ങനത്തെ കേസുകളാണ് നമുക്ക് ചില സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കാം. മന്ത്ലി ആണ് ഇവർക്ക് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. നേരത്തെ ആരും ചോദിച്ചില്ലായിരുന്നോ? ഉം. ഓക്കെ, മന്ത്ലി ആണ്. അപ്പൊ ഏപ്രിൽ മാസം ടോട്ടലി ഏപ്രിൽ ടു ഓരോ മാസം വരുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ ഈ എമൗണ്ടിലേക്ക് എത്തണം. അപ്പം ഏപ്രിൽ മാസം ഇവരെന്ത് ചെയ്യും? 900 രൂപ ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. 900 രൂപ പേ ചെയ്യുമ്പോൾ TDS കട്ട് ചെയ്യണോ വേണ്ടേ എന്നാണ് എന്റെ ചോദ്യം. കട്ട് ചെയ്യണം. 900 രൂപ പേ ചെയ്യുമ്പോൾ TDS കട്ട് ചെയ്യണം. വേണ്ട. നോട്ട് റിക്വേർഡ്. കാരണം എന്താ? പെർ 1000 പറപ്പാ പെർ പേഴ്സൺ. സീലിംഗ് ലിമിറ്റ് എത്രയാ റെന്റിന്റെ? 1,000. 10,000. 1,000. റെന്റിനല്ല ഇൻട്രസ്റ്റിന്റെ. 10,000 10,000 പെർ ഇയർ Per person. per person. പെർ പേഴ്സൺ. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് നമ്മൾ എത്ര കൊടുത്തു? 900 കൊടുത്തു. ഏപ്രില് കട്ട് ചെയ്യണോ വേണ്ടേ? Per കട്ട് month ചെയ്യണം ആവുമ്പോ കാരണം cut ചെയ്യണം. ആഗ്രിഗേറ്റ് Per അല്ലേ? monthലേക്ക് ആവുമ്പോ 10,800 ഈ വരും. മാസം കട്ട് ചെയ്യണോ? ഏപ്രിൽ ഏപ്രിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്യണം. ഏപ്രിൽ കട്ട് ചെയ്യണ്ട. കാരണം 900 ആയിട്ടുള്ളൂ. 10,000 ആയോ? അല്ല, അപ്പൊ ആഗ്രിഗേറ്റ് അല്ലേ നോക്കുന്നേ? ഇയാള് ഓഗസ്റ്റിൽ മരിച്ചിട്ടുണ്ടെങ്കിലോ? കാരണം ഈ പെർസെന്റേജ് ഫിക്സഡ് അല്ലേ? പെർസെന്റേജ് ഫിക്സഡ് ആണ്. ഇയാൾ അതിന്റെ ഇടയിൽ ആ ലോൺ തിരിച്ചെടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലോ? ചിന്തിക്കേ. മനസ്സിലായില്ല? ആ, ഒരു ഒരു വർഷത്തിനല്ലേ വർഷത്തിൽ ഇയാൾ 5 മാസം കഴിയുമ്പോൾ ലോൺ ഫുള്ള് തിരിച്ചടിച്ച് പരിപാടി തീർത്ത് ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ എമൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് വിചാരിച്ചോളി. ആ, അടക്കണോ? അപ്പൊ ഏപ്രിൽ മാസം ശരിക്കും അടക്കണ്ട. അങ്ങനെ തന്നെ വിചാരിക്കും. ഏപ്രിൽ മാസം ശരിക്കും അടക്കണ്ട. ഉം. മെയ് മാസം നമ്മൾ എത്ര പേ ചെയ്യും? മെയ് മാസം എത്ര പേ ചെയ്യും? 900 രൂപ പേ ചെയ്യും അല്ലേ? 9,000. അടക്കണോ? അപ്പൊ 1,800 അല്ല ആവുള്ളൂ. വേണ്ട. അപ്പൊ എത്രയായി ടോട്ടല്? 1,800. 1,800. അടക്കണോ വേണ്ടേ? അടക്കണ്ട. അടക്കണ്ട. ജൂണില് 900 കൂടി പേ ചെയ്തു. അടക്കണോ വേണ്ടേ? വേണ്ട. വേണ്ട. എത്ര രൂപയാവും? 2,700. 2,700. അടക്കണ്ട അല്ലേ? വേണ്ട. ജൂലൈയില് 900 കൂടി അടച്ചു. എത്രയാവും? 3,500. 600. 3,600. അടക്കണോ? വേണ്ട. വേണ്ട. ജൂലൈ. ഓഗസ്റ്റ് 900 അടച്ചു. അടക്കണോ? എവിടെ എത്തി? 3,600 എത്ര എത്തി? 4,500. 4,500. അടക്കണോ? 4,500. വേണ്ട. വേണ്ട. ഓഗസ്റ്റ്. സെപ്റ്റംബർ സോറി 5,400. 900 എവിടെ എത്തും? 5,400. 5,400. അടക്കാനായോ? ഇല്ല. 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 സെപ്റ്റംബർ. പിന്നെ ഇതാ ഒക്ടോബർ അല്ലേ? ഒക്ടോബർ. ഉം. ഒക്ടോബർ 900. എത്ര അടക്കണം? 6,300. 6,300. 300. 300. അടക്കണോ വേണ്ടേ? വേണ്ട. വേണ്ട. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ അല്ലേ? നവംബറിൽ 900 അടച്ചു. വേണോ? വേണ്ട. 7,200. 7,200. 7,200. വേണ്ട. നവംബർ അല്ലേ? ഡിസംബറില് 8,100.
900 അടച്ചു. 8 100 200 100 അടക്കണോ? വേണ്ട. 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 ഡിസംബർ പിന്നെ ജനുവരി 900 അടച്ചു. അപ്പോൾ ഇവിടെ എത്തി 9000 അടക്കണ്ട. ഫെബ്രുവരി എത്തി 900 അടച്ചു. അപ്പൊ എത്രയായി? 9,000. അടക്കണോ വേണ്ട? വേണ്ട. വേണ്ട. മാർച്ച് 900 അടച്ചു. എത്ര എമൗണ്ട് ആയി? 10,800 10,800 അടക്കണോ വേണ്ടേ? വേണം. അടക്കണം. വേണം. ഏത് എമൗണ്ടിന് മുകളിൽ അടക്കണം? 10,800-ന്റെ 900-ന്റെ മുകളിൽ പിടിക്കണോ? മറ്റേ എമൗണ്ടിന് മുകളിൽ പിടിക്കണോ? 10,800-ന്റെ ഇതാണ് നമ്മൾ അടക്കേണ്ടത്. അപ്പൊ ഈ ഒരു മാസം ജേണൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇതിന്റെ ജേണൽ എൻട്രി ഉണ്ടാവുക? ഒന്ന് പറഞ്ഞേ. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ലോൺ എത്രയാ 1,08,000. ഇൻട്രസ്റ്റ് ഓൺ ലോൺ? ലാസ്റ്റ് മന്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. 10,800. 10,800 ഇൻട്രസ്റ്റ് ഓൺ ലോൺ 10,800 എത്ര ഇൻട്രസ്റ്റ്? ഈ മാസം ശരിക്കും ഇൻട്രസ്റ്റ് എത്ര? നമ്മൾ ജേണൽ എൻട്രി എങ്ങനെ എഴുതാം? ഈ മാസം നമ്മൾ ഈ മാർച്ച് മാസത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ എങ്ങനെ ഇതിന്റെ ജേണൽ എൻട്രി ചെയ്തു? ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്ര എഴുതും? 10,800 എഴുതോ? 10,800 എഴുതി കഴിഞ്ഞാൽ തെറ്റില്ലേ? ഡബിൾ ആയില്ലേ? 10,800 അപ്പോ മൊത്തത്തിൽ 21 സംതിങ് ആയില്ലേ? കാരണം ഓൾറെഡി 900 കഴിച്ച് 10,800 ആയില്ലേ? നിങ്ങൾ എവിടെ? ഇവിടെ നല്ലേ 900 ഉള്ളൂ. 900 വരും. അതെ. ബാക്കിയൊക്കെ പിന്നെ വീണ്ടും 10,800 അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 10,800 ഡബിൾ ആവല്ലേണ്. എല്ലാ മന്തും നമ്മൾ ബുക്ക് ചെയ്ത് പോയി. എല്ലാം മൊത്തം ഓൾറെഡി 900 അടിച്ചു പോകുന്നില്ലേ? അപ്പൊ ഈ മാസം എത്ര ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയുള്ളത്? 900. 900 900 ഉള്ളത്. TDS നമ്മൾ എത്രയാ പേ ചെയ്യണ്ടേ? 1,080. 1080. 80. ഇത് നോക്ക്. 1,000 ഇതിലെന്തോ പ്രശ്നം ഉണ്ടോ? ഉണ്ട്. എന്താ പ്രശ്നം? ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ അല്ല. ഡെബിറ്റും ക്രെഡിറ്റ് ഈക്വൽ അല്ല. വേറൊരു മലയാളം കൂടി ഉണ്ട് ഇതിന്. എന്താ? വേറെ മലയാളം കൂടി ഉണ്ട്. എന്താ? ഇയാളെ കയ്യിൽ നിന്ന് ശരിക്കും എത്ര കട്ട് ചെയ്യണം മക്കളെ? ഇയാളെ കയ്യിൽ നിന്ന് ശരിക്കും എത്ര കട്ട് ചെയ്യണം? ടോട്ടല് 1080 ശരിക്ക് കട്ട് ചെയ്യണം. വേണ്ടേ? വേണം. ഇയാളെ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉള്ളൂ ഈ മാസം? 900. 900. ബാക്കി എമൗണ്ട് ഇയാളെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മള് എടുക്കണം. 180. ഒരു റിസീവബിൾ ഇട്ടിട്ട് ഇയാളെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യണം? 180 കട്ട് ചെയ്യണം. ക്ലിയർ ആയോ? ഈ രീതിയിലാണ് ഇതിന്റെ ജേണൽ എൻട്രി വരിക. ക്ലിയർ ആണോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ ഇത്തരം കേസുകളിൽ ഏറ്റവും ബെസ്റ്റ് മന്ത്ലി എടുക്കുന്ന സമയത്ത് എപ്പോഴാണോ നമ്മുടെ ലിമിറ്റ് എക്സീഡ് ആവുന്നത് അന്ന് എന്ത് ചെയ്തോളണം? ടോട്ടൽ എമൗണ്ടിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തോളണം? ഇൻട്രസ്റ്റ് പിടിച്ചോളണം. അപ്പൊ വേണമെങ്കിൽ സാധാരണ രീതിയിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ സാധാരണ രീതിയിൽ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ അവർ ഓൾറെഡി ഒരു പ്രൊഫഷണൽ ഒരു സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യും. സിസ്റ്റത്തിൽ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? അവിടെ അക്കൗണ്ടിന്റെ ആഗ്രിഗേറ്റ് ആയിട്ട് ആദ്യം തന്നെ കൂട്ടിയൊക്കെ എന്തായാലും ഒരു വർഷത്തേക്ക് ഇത്ര ഉണ്ടാവും. അതുകൊണ്ട് ഡേ 1 മുതൽ മീൻസ് എല്ലാ മാസവും അവരെന്ത് ചെയ്തു? കട്ട് ചെയ്തതിനു ശേഷമുള്ള ബാലൻസ് എമൗണ്ട് കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു പോളിസി വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അവരോട് പറയാം ഇന്ന എമൗണ്ട് അയക്കണം, അതുകൊണ്ട് ഈ രീതിയിലായിരിക്കും നമ്മളെ കട്ടിങ് വരിക എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ഓരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് കൃത്യമായിട്ടും നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നേരത്തെ ഡൗട്ട് ചോദിച്ചാൽ അത് ക്ലിയർ ആയോ? ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞോട് കൂടിയിട്ട്. ഹലോ, നേരത്തെ ആരോ ചോദിച്ചില്ലായിരുന്നോ? മന്ത്ലി ആണെങ്കിൽ ജേണൽ എൻട്രി ഒന്നുകൂടി എന്ന് പറഞ്ഞത്.
ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്ര എമൗണ്ട് വരുന്നത്? 900. 900. 900 വരും. ഇൻട്രസ്റ്റ് ഓൺ അക്കൗണ്ട് ഡെപ്റ്റർ 900. ഓമർ റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 180 to TDS payable 1080. Being TDS deducted at 10% from interest payable to Homer. അങ്ങനെ ഒരു ജേണൽ എൻട്രിയോ നരേഷൻ എല്ലാത്തിനും വൃത്തിയിൽ എഴുതണം. നിങ്ങൾക്ക് തിരിയുന്ന രീതിയിൽ നരേഷൻ വൃത്തിയിൽ എഴുതിയിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. ക്ലിയർ ആയി വിചാരിക്കാം. ക്ലിയർ ആയോ? ക്ലിയർ ആണ് ഇങ്ങനെ sir. പോയ ഒരു കമ്പനി നോക്കണേ. ഇങ്ങനെ ഈ ഒരു വർഷം ടോട്ടൽ 10,800 അടച്ചു എന്ന് വിചാരിക്കും. ഇപ്പൊ ഈ കമ്പനി വേണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ 25, 26 ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഇത്ര രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് അടിച്ചു. അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, 26, 27 ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോൾ ഇങ്ങനെ അടുത്ത ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മാർച്ച് അല്ലേ, എങ്ങനെ തുടങ്ങാം? ഏപ്രിൽ തന്നെ എന്ത് ചെയ്യാം? 900 രൂപ കൊടുക്കുമല്ലോ. അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് തുടങ്ങാം. നോർമലി നമ്മൾ സ്ഥാപനക്ക് അങ്ങനെയാണ് കട്ട് ചെയ്യാം. വൺസ് ആ ലിമിറ്റ് ഒരാൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അയാൾ ഈ ലിമിറ്റിലേക്ക് ത്രഷോൾഡ് എത്തുമോ നിങ്ങൾ ചിന്തിച്ചിരിക്കണ്ട. നമ്മളൊരു പോളിസി ഉണ്ടാക്കുക. റെന്റ് സീലി ലിമിറ്റ് എത്തിയാലും എത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് അത് പേ ചെയ്യും. കമ്മീഷൻ എത്തിയാലും എത്തിയില്ലെങ്കിലും പേ ചെയ്യും എന്ന് പറഞ്ഞ എന്താ പറയാ, ഒരു പോളിസി അക്കൗണ്ട്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ തലവേദന ഉണ്ടാവില്ല. അപ്പൊ ഏപ്രിലിൽ 900 രൂപ കട്ട് ചെയ്യുന്ന സമയത്ത് എത്ര രൂപ കൊടുക്കണം? അങ്ങനെയാണെങ്കിൽ 900ന്റെ 10% കട്ട് ചെയ്ത് 10%. ബാക്കി എമൗണ്ട് കൊടുത്താൽ മതി. എത്ര രൂപ കൊടുക്കണം? 90. 810. 90. 90 കട്ട് ചെയ്യണം. 90 കട്ട് ചെയ്യാം, 810 രൂപ കൊടുക്കാം. 810 രൂപ. ഏപ്രിൽ 810 രൂപ കൊടുക്കാം, മെയ്യിൽ 810 രൂപ കൊടുക്കാം, പിന്നെ ജൂണിൽ 810 രൂപ കൊടുക്കാം. ജൂലൈയിൽ 810 കൊടുക്കാം. ഓരോ ജൂലൈയില്? മാസത്തിലും എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ബുദ്ധി. ഇല്ലെങ്കിൽ ഇവൻ പറയും അടുത്ത മാസം എടുത്തോ എന്ന് പറയും. നമ്മൾ ആദ്യം തന്നെ പോളിസി സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഈ സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. റെഡി ആയല്ലോ? ഈ പറഞ്ഞ എല്ലാ കേസ് 7 കേസ് 8 കേസ് റെഡി ആയല്ലോ. ഈ കേസും ഇതൊരു 8ാമത്തെ കേസാക്കി എടുത്തോളി. റെഡി അല്ലേ? Yeah. ഓക്കെ. ഒരു ഇനി നമുക്ക് doubt ചെറിയൊരു ഉണ്ട്. സിറ്റുവേഷനും കൂടി നോക്കാം. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ആ, ആ റിസീവബിളിന്റെ അകത്ത് മന്ത്ലി കട്ട് ചെയ്ത് പോകുമ്പോഴത്തേന് റിസീവബിളിന്റെ അകത്ത് അവസാനം വരുമ്പോഴത്തേന് ഒരു എമൗണ്ട് പറയുന്നുണ്ടല്ലോ. ആ, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് നമ്മൾ ആ എമൗണ്ട് എവിടുന്ന് ഈ ലോൺ കൊടുക്കാൻ നിന്ന് കുറയ്ക്കുമോ? ലോൺ ആക്ച്വലി പുള്ളിക്ക് തിരിച്ചു കൊടുക്കാനുള്ളല്ലേ, അതെ. അപ്പൊ അതിൽ നിന്ന് കുറയ്ക്കുമോ അന്നേരം? ഒന്നെങ്കിൽ ആ ലോണിന്ന് കുറക്കാം, അല്ലെങ്കിൽ അടുത്ത മാസം ഇൻട്രസ്റ്റ് 900 രൂപ കൊടുക്കാല്ലേ, ആ 200. ആ 900 നിന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ലോണിൽ നിന്ന് കുറയ്ക്കുമ്പോ എങ്ങനെ നറേഷൻ ഇത് വരുന്നത്? ലോണിന് അഗേൻസ്റ്റ് നേരെ ഓപ്പോസിറ്റ് എൻട്രി ഇടും. ഓപ്പോസിറ്റ് എൻട്രി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ആ ലോണ് 1,08,000 മൈനസ് എത്ര വേണ്ടേ? 1,050. ആ. 1,050 അല്ലല്ലോ, അല്ല 180. 150 കുറച്ച് കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേ? ലോണിന് നേരെ ഓപ്പോസിറ്റ് ഇടാം, മറ്റേ താഴത്തേക്ക് കൊണ്ടിടാം. ആ ജേർണലിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നുണ്ട് ലോണിന്ന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ 10% വരുമ്പോൾ ആ ബാലൻസ് എമൗണ്ട് നിന്നായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. സത്യോ? പിന്നെ ലോൺ എമൗണ്ട് കുറഞ്ഞില്ലേ, അത് ലോൺ എമൗണ്ട് അപ്പൊ 900 ഉണ്ടാവില്ല. ബെസ്റ്റ് എപ്പോഴും എന്താണ്? അടുത്ത മാസം ഇൻട്രസ്റ്റ് പിടിക്കുന്ന സമയത്ത് 900 നിന്ന് ഇത് എമൗണ്ട് കട്ട് ചെയ്തിട്ട് ഇത് കഴിഞ്ഞ മാസത്തെ പൈസയാണ്, ഈ മാസത്തെ 900 നിന്ന് 900 ഒരു 10% കുറക്കാം. ആ എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ പ്രീവിയസ് മന്തിൽ എടുക്കാനുള്ള എമൗണ്ട് എന്ത് ചെയ്യാം? അത് കുറക്കാം. അത് രണ്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ സെയിം എഫക്ട് തന്നെ ആയിരിക്കും വരിക. റെഡി? സെറ്റ് അല്ലേ? ഇൻട്രസ്റ്റിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലോൺ എമൗണ്ടിൽ നിന്ന് കുറയുന്നില്ലല്ലോ. അപ്പൊ ആ സെയിം എമൗണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പോണ്ടേ?
എങ്ങനെ? ഇൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ ആ എമൗണ്ട് 900 കൊടുക്കുന്നതിന് പകരം ആ 180 കുറച്ചിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത്. അതെ അതെ. അപ്പൊ പിന്നെ ലോൺ എമൗണ്ട് സെയിം എമൗണ്ട് തന്നെ എല്ലാ മന്തും കാൽക്കുലേറ്റ് ചെയ്ത് പോണ്ടേ? പിന്നെ എല്ലാം വന്ന് സെയിം. ആ ഒരു എമൗണ്ട് മുമ്പ് അയാൾ തരാനുള്ള എമൗണ്ട് അയാളുടെ അക്കൗണ്ടിൽ ഇല്ലേനു. ശരിക്ക് ആ എമൗണ്ട് അപ്പം തന്നെ അയാളെടുത്ത് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു എമൗണ്ട് കൂടി ഒരു 150 കൂടി ഉണ്ട്, അതിങ്ങോട്ട് തരണം. TDS കൊടുക്കുന്ന ആ മാസം തന്നെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ അയാൾ വേണമെങ്കിൽ അടുത്ത മാസം അഡ്ജസ്റ്റ് ചെയ്താളിന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ തന്നെ പറയും മുതലിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ട, പലിശയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്താലെന്ന് അയാൾ പറയും. ആ പറയുന്ന രീതിയിൽ എപ്പോൾ എങ്ങനെയാണോ ആ സിനാരിയോ അയാൾ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ ചെയ്യാം. ഓക്കെ. ഓക്കെ. നമ്മളൊക്കെ ഏറ്റവും ബെസ്റ്റ് മുതൽ നിന്ന് കട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ കുറവ് വരും. അത് എങ്ങനെയാണോ അവരെന്തായാലും പലിശ രീതിയിൽ അവർ പറയുള്ളൂ, പലിശ നിന്ന് കട്ട് ചെയ്താലെന്ന് അവർ പറയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രോഫിറ്റബിളും മുതൽ നിന്ന് കട്ട് ചെയ്യുന്നതാണ്. ഇനി സിറ്റുവേഷൻ അടുത്തൊരു കേസസ്, നമ്മൾ 10ാമത്തെ കേസാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കേസസ് 10. ഇതിനകത്ത് നമ്മുടെ കമ്പനി LLP കമ്പനി അല്ല, ഒരു പ്രൊപ്രൈറ്റർ കമ്പനിയാണെന്ന് ചോദിച്ചോളൂ. പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. നമ്മുടെ ടേൺ ഓവർ ലെസ് ദാൻ 1 crore. നമ്മുടെ ടേൺ ഓവർ ലെസ് ദാൻ 1 crore ആണ്. ഇങ്ങനത്തെ ഒരു കേസാണ് നമ്മുടെ മുമ്പിൽ വരുന്നതെങ്കിൽ നമ്മൾ 3 ആളുടെ അടുത്തുനിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ആള് പ്രസന്ന മേഡം 10,001. രണ്ടാമത്തെ കേസ് ആരൊരാൾ പേര് പറഞ്ഞ ലുബ്ന കുപ്പാൻ വേണുഗോപാൽ. ആരെങ്കിലും പേരിടാം. ലുബ്നന്റെ കയ്യിൽ നിന്ന് 10,001 ഇട്ടു. മൂന്നാമത്തെ കേസിൽ അരുൺ എന്ന് പറഞ്ഞ ഒരാള് 10,001 എന്നുള്ള കേസ് ഇട്ടു. ഓക്കെ. ഇവിടെ ഇയാളുടെ കേസിലും ഇയാൾക്ക് പാൻ കാർഡ് ഇല്ല, അല്ലെങ്കിൽ ലുബ്നക്ക് പാൻ കാർഡ് ഇല്ല. നോ പാൻ കാർഡ്. ലുബ്നക്ക് നോ പാൻ കാർഡ്. ഇയാൾക്ക് പാൻ കാർഡ് ഇനോപ്പറേറ്റീവ് ആണ്. ഇനോപ്പറേറ്റീവ്. ഇതിൽ എങ്ങനെയായിരിക്കും ടാക്സ് അട? ഇത് 10,001 ആണ്. ഇത് 10,001. ഇത് 10,001. 1,00,000 അല്ല, 10,001 തന്നെയാണ്. ഞാൻ മാറ്റി തരുന്നില്ല. എങ്ങനെയൊക്കെ കട്ട് ചെയ്യേണ്ടത്? കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതർ ദാൻ ഇൻഡിവിജ്വൽ 1 കോടി താഴെയാണെങ്കിൽ വേണ്ടെന്നല്ലേ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. പാൻ കാർഡ് ഉണ്ടോ എന്നുള്ളത് വിഷയമല്ല. ഇനോപ്പറേറ്റീവ് ഒരു വിഷയമല്ല. നമ്മുടെ ലിമിറ്റ് വിഷയമേ അല്ല. കാരണം എന്താ? പേഴ്സൺ ഓർ ഇൻഡിവിജ്വൽ പേഴ്സൺ ആണെങ്കിൽ അയാളുടെ ബിസിനസ് ബിലോ 1 crore ആണെങ്കിൽ ഇയാൾക്ക് TDSന്റെ കേസ് അപ്ലിക്കബിളേ അല്ല. ഇഫ് ഇറ്റ് ഈസ് എ പ്രൊഫഷണൽ ബിലോ 50 lakh ആണെങ്കിൽ അപ്പുറത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലം ഇല്ല. സെറ്റ് അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ ഇത്തരത്തിലുള്ള എന്ത് കേസുകൾ വരികയാണെങ്കിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 3 കേസുകളാണ്. ആദ്യം ഓൺലി ഇൻട്രസ്റ്റ് ആർ അപ്ലിക്കബിൾ. 2 അതിന്റെ ലിസ്റ്റിൽ സാധനം ഉണ്ടോ നോക്കാം. 3-ാമത്തെ സീലിംഗ് ലിമിറ്റ് ത്രെഷോൾഡ് ആണോ നോക്കാം. സീലിംഗ് ലിമിറ്റ് കഴിഞ്ഞിട്ടോ ഇല്ലയോ നോക്കാം. അതിന്റെ റേറ്റ് ഓഫ് ടാക്സ് കൊടുക്കാം. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻഡിവിജ്വൽ ഓർ HUFന്റെ കേസ് അവരുടെ 1 crore 50 lakh എന്നുള്ളത് നന്നായിട്ട് നമ്മളെ മൈൻഡിൽ വേണം. ഈ പറയുന്ന 10 സിറ്റുവേഷനും എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റണം. ക്ലിയർ ആയല്ലോ? ഇതേപോലെ നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ 194H കമ്മീഷനെ പറ്റി വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 194I റെന്റിനെ പറ്റി വിശദമായി സംസാരിച്ചിട്ടുണ്ട്. 194H പ്രൊഫഷണലിനെ പറ്റിയിട്ട്, പ്രൊഫഷണൽ അവരുടെ സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വിശദമായി പറ്റും. അവിടെ ഒക്കെ സെപ്പറേറ്റ് കേസുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാൻ കാർഡ് ഉള്ള കേസുകളും പാൻ കാർഡ് ഇല്ലാത്ത കേസുകളും
ഒരുപാട് സെഷൻസ് മുന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു എല്ലാ കേസുകൾക്കും ഒരു 8-10 സിനാരിയോസ് നമ്മൾ വെച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകളൊക്കെ പഴയ സാധനം എൻ്റെ യൂട്യൂബിൻ്റെ സൈഡിലൂടെയൊക്കെ കിടക്കുന്നുണ്ടോ, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ TDS എന്നുള്ള ഭാഗം മൊത്തം നിങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടും. ഇനി ഈ 194A ഒരു 4 കേസുകൾ പറയുന്നുണ്ട്. അതിനകത്ത് 1-2 കേസുകൾ നമുക്ക് ഓർത്തു വെക്കേണ്ടത് നമ്മൾ ബാധിക്കാത്ത കേസാണ്. പക്ഷെ എന്ന് കഴിഞ്ഞാലും നോൺ അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞ കുറച്ച് കേസുകളാണ്. നോട്ട് ചെയ്ത് പോയിക്കോളി. നോൺ അപ്ലിക്കബിലിറ്റി ഓഫ് 194A. നോൺ അപ്ലിക്കബിലിറ്റി. ഇതിൽ ഒന്നാമത്തെ കേസ് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ബാങ്ക് ഓൺ EMI. ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ബാങ്ക് ഓൺ EMI. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ ലോൺ എടുക്കും. ആ ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ ഇൻട്രസ്റ്റ് ഈസ് ഓൾസോ പെയ്ഡ് അലോങ് വിത്ത് EMI അല്ലെ? EMIന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അത്തരം കേസുകളിൽ നോ TDS ഈസ് അപ്ലിക്കബിൾ ഫോർ ദാറ്റ് ഇൻട്രസ്റ്റ്. ബാങ്കിലേക്ക് നമ്മൾ ലോണ് അടക്കുമ്പോൾ നമ്മൾ TDS ബാങ്കിന്റെ പേരിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ EMI ഇൻട്രസ്റ്റ് മാത്രം അടച്ചാൽ മതി. അപ്പം ഈ കേസ് എന്ത് ചെയ്യാം? ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ്, ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ബാങ്ക് EMI. ഓൺ EMI. ഓക്കെ. രണ്ടാമത്തെ കേസ് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു പാർട്ട്നേഴ്സ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ടു പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സംവിധാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? ഇൻട്രസ്റ്റ് കട്ട് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനമല്ലേ നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതാണ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത്. അതിലും എന്തെല്ലാം 194A അപ്ലിക്കബിൾ അല്ല. ഇപ്പൊ നമ്മൾ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നൊക്കെ പറയാറുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആ സാധനം കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണ്ട? ഇത് കൊടുക്കണ്ട. എന്നാൽ അതേസമയം നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് ഇൻട്രസ്റ്റ് എടുത്തു എന്നായിരിക്കും. ഈ കമ്പനി തന്നെ XYZ എന്ന് പറഞ്ഞ ഒരാളിൽ നിന്ന് ഇൻട്രസ്റ്റ് എടുത്തു. അയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ 194A ആപ്ലിക്കബിൾ ആണ്. പാർട്ട്നേഴ്സിന്റെ കേസിൽ മാത്രം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസിൽ മാത്രമേ അപ്ലിക്കബിൾ അല്ലാത്ത കേസുള്ളൂ. ബാക്കിയുള്ള കേസിൽ അപ്ലിക്കബിൾ ആകും. സെറ്റല്ലേ? ഇനി അതേപോലെ തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കുന്ന കേസിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് സെയിൽസ് അപ് ടു 50 crore. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് എഴുതിയാൽ മതി. നമുക്ക് വരാത്ത കേസാണ്, പക്ഷെ ജസ്റ്റ് ഒന്ന് കേസുകൾ മൊത്തം പഠിക്കുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് എഴുതാം. അവരുടെ കേസിൽ അപ്ലിക്കബിൾ അല്ല. പിന്നെ 4th കേസിൽ റൂളിൽ പറയുന്നത് ഒരു 194 ഒരു സെക്ഷൻ പറയുന്നുണ്ട്. കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ പറയുന്നുണ്ട്. അത് ആ സെഷനിൽ വിശദമായിട്ട് കുറച്ച് അധികമുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെഷനാണ്. അപ്പോൾ അതിനകത്ത് 194A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഇൻകം ടാക്സിന്റെ ആ ഒരു സെഷനിൽ വിശദമായിട്ട് പറയുന്ന മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടോ വേണമെങ്കിൽ അതേഴ്സ് ഇട്ടേ. അതേഴ്സ് റെഫർ 194A. ഇതിനകത്ത് പറയുന്ന മറ്റു കാര്യങ്ങൾ ഇങ്ങനെ ഒരു 3 കേസുകളാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ആക്ടിനകത്ത് എന്തൊക്കെയാണോ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കുന്നത്, ഗവൺമെന്റ് പുതുതായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ട്, ഈ കേസുകളിലൊക്കെ ഇത് അപ്ലിക്കബിൾ അല്ല. ബാക്കി എല്ലാ കേസിലും എന്താണ്? ഇത് അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണല്ലോ? ഇതാണ് TDSനെ പറ്റിയിട്ടുള്ള ഈ പറയുന്ന 194A എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാറ്റഗറി. ഇതേപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ് 194H കമ്മീഷൻ, 194I റെന്റ്, 194J പ്രൊഫഷണൽസ്, 194A ഇൻട്രസ്റ്റ്. ഇതിലും എല്ലാ കേസുകളും പഠിച്ചു. ഇത് കാണാത്ത ആളുകൾ, ഇതിന്റെ പ്രീവിയസ് സെഷൻ കാണാത്ത ആളുകളൊക്കെ പോയി കാണുക. ഓക്കെ. ഇനി നമുക്ക് ഇതേപോലെ പഠിക്കാനുള്ള ഒരു സെഷനാണ് 194C കോൺട്രാക്ട്.
കോൺട്രാക്റ്റിലും ഇതേപോലത്തെ കേസുകളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന എല്ലാം ചോട്ട സെഷൻസ് ആണ്. ആ സെഷൻസ് ഒക്കെ നമ്മൾ ഇനി ഒരു ഒറ്റ സെഷനോട് കൂടിയിട്ട് ഈ സെഷൻസ് മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇന്ന് ഏതെങ്കിലും ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അത് റെന്റിന്റെ കേസിലെ റെസിഡൻഷ്യൽ ഡൊല്ലിംഗ് ആണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആണ്. അല്ല, ഇത് TDS കട്ട് ചെയ്യണം. റെസിഡൻഷ്യൽ അത് നമ്മളാ പറഞ്ഞ ഇൻഡിവിജ്വൽ ഓർ HUFന്റെ ആ ഒരു കേസിനായിട്ട് വരും. കൊമേഴ്സ്യലിന് മാത്രമല്ലേ ഉള്ളൂ കട്ടിങ്? എങ്ങനെ? കൊമേഴ്സ്യലിന് മാത്രമല്ലേ TDS കട്ട് ചെയ്യേണ്ട വരത്തുള്ളൂ? നമ്മൾ ഏത് കാറ്റഗറിയിൽ നിൽക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. നമ്മൾ പേഴ്സണൽ ഇൻഡിവിജ്വൽ ആണോ HUF ആണോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടേൺ ഓവർ അതിന്റെ ബേസിലാണ് ആ കാര്യങ്ങൾ ഇരിക്കുക. ക്ലിയർ ആയോ? ഓക്കെ. അവരെന്ത് എന്നുള്ളതൊന്നും നമ്മൾ വിഷയമല്ല. നമ്മളുടെ സ്റ്റാൻഡ് എന്താണ്? നമ്മൾ കമ്പനിയാണോ, നമ്മൾ ഇൻഡിവിജ്വൽ ആണോ, നമ്മൾ HUF ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് എന്തിന്റെ പേരിലാണ് കൊടുക്കുന്നത് അതിന്റെ പേരിലായിരിക്കും ഈ സംഭവങ്ങൾ വരിക. നമ്മൾ സ്റ്റാൻഡ് ഔട്ട് എന്താന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പുറത്തോനെ നിൽക്കുന്ന എന്താന്ന് കൂടെ നമ്മളൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഇൻട്രസ്റ്റിന്റെ TDSന്റെ ഒരു പാർട്ട്, TDSന്റെ ഈ പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്സിന്റെ കാര്യങ്ങളാണ്. സെക്കൻഡ് ബാച്ചിനകത്ത് ഇപ്പം നമ്മൾ സർവീസ് മേഖലയാണ് പഠിക്കുന്നതെങ്കിൽ അടുത്ത സെഷൻ ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ സെഷൻ. ഇനിയിപ്പം പുതിയ ആളുകൾക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വേണമെങ്കിൽ ഇരിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഒന്നുകൂടി അവർക്ക് ഈസി ആയിട്ട് ക്ലാസ് സ്പീഡായിട്ട് പോകാൻ വേണ്ടി പറ്റും. കോൺട്രാക്ട് അക്കൗണ്ടിലെ TDS ഒന്ന് മനസ്സിലാക്കി തരണം സാറേ. കോൺട്രാക്ട്, നിങ്ങൾ കോൺട്രാക്ടറാ? കോൺട്രാക്ടറിന്റെ കീഴിലാണ് വർക്ക് ചെയ്യണേ ഞാൻ. ആ PWD കോൺട്രാക്ടർ. ഓക്കെ. കോൺട്രാക്ടിന്റെ കേസ് നമുക്ക് വിശദമായി ഇതേപോലത്തെ ഒരു സെഷൻ എടുത്തിട്ട് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്നത് ഓൾറെഡി നമ്മൾ നമ്മൾ ഇതിനെ കുറിച്ച് ഓൾറെഡി വേണുഗോപാൽ സാർ ഇതിനകത്ത് പാൻ കാർഡ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലായിരുന്നോ മുമ്പത്തെ സെഷനിൽ? TDSന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ TDSന്റെ അനാലിസിസ്, അതിന്റെ റെന്റിന്റെ TDSന്റെ ചാർട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാൻ കാർഡ് എന്താണ്, ടാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പാൻ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫ്ലൈൻ ഓൺലൈൻ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത്. ടാൻ കാർഡിന്റെ അപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. TDSന്റെ പേയ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസിക്വൻസ് എന്താന്നുള്ള പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡ്യൂ ഡേറ്റ്, ഇൻട്രസ്റ്റ്, ആ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെയാണ് നമ്മൾ കമ്മീഷന്, റെന്റ്, പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് പറഞ്ഞത്. ഇനിയുള്ളത് 194C കോൺട്രാക്ട് ഉണ്ട്. പിന്നുള്ളത് 192 സാലറി ഉണ്ട്. സാലറി കുറച്ച് അധികം പഠിക്കാനുണ്ട്. പിന്നെ 190, പിന്നെ ഒരു അതർ കുറച്ചുള്ള സെക്ഷൻസ്, അത് നമുക്ക് ചെറിയ ചെറിയ മിനിറ്റ് 5 to 10 മിനിറ്റ് പറഞ്ഞെടുക്കാനുള്ളൂ. പിന്നെ ഈ സാധനം ഈ ടാലിയിൽ എങ്ങനെയാണ് TDSും ഈ സാധനങ്ങൾ എൻ്റർ ചെയ്യുക എന്നുള്ളതും, TDSന്റെ റിട്ടേൺ ഡ്യൂ ഡേറ്റ്, ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ AISും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാണ് ഈ സാധനം ബാധിക്കുക. പിന്നെ ഈ അപ്ലിക്കേഷൻ ട്രേസസ് എന്ന് പറഞ്ഞ സാധനം ഇൻകം ടാക്സിന്റെ സൈറ്റിനകത്ത് ഇത് എങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. പിന്നെ 16A എങ്ങനെയാണ് 16A ഡൗൺലോഡ് ചെയ്യാം. പിന്നെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സംഭവം ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ 26Q എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. 26Q, ആ ടെംപ്ലേറ്റ് എങ്ങനെയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഒരു മാക്സിമം ഒരു 2 സെഷനോട് കൂടി നമുക്ക് TDSനകത്ത് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും. പറയാനൊന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കുക. അപ്പം ഇനി പറയാനുള്ളത് കോൺട്രാക്ടേഴ്സും സാലറിയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള 2 സാധനം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ സെഷൻ കൊണ്ട് ടാക്ക് എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് കംപ്ലീറ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ അത് ഇതിന് മുമ്പത്തെ TDSന്റെ ഏതെങ്കിലും ഭാഗം കവർ ചെയ്യാനുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം, ഫാസ്റ്റായിട്ട് കവർ ചെയ്ത് പോവാം. അപ്പോൾ ഇനി ഒരു സെഷന് കോൺട്രാക്ട് എടുത്താലോ സാലറി എടുത്താലോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഞാൻ കൂടുതലൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ഇതിൻ്റെ റെക്കോർഡിങ് നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും.